ശ്രീ ഗണേശ ശരദാ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം നമോ ഭഗവതേ സായി ദേവായ. വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധയേ വാസിഷ്ഠായ നമോ നമഃ. നമ്മള് സനാതന കഥാമൃതത്തിന്റെ 66-ാമത്തെ ഭാഗം, പിന്നെ ഭാഗവത കഥയുടെ 38-ാമത്തെ ഭാഗമാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. ജന്മാദ്യസ്യ യതോന്വയാദി തരതശ്ചാർത്ഥേഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യൽ സൂരയാ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാമാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലഭായ സ്വാഹ. കൃഷ്ണോ രക്ഷതു മാം ചരാചരഗുരു കൃഷ്ണം നമസ്യേ സദാ. കൃഷ്ണേനൈവ സുരക്ഷിതോഹമസകൃത് കൃഷ്ണായ ദത്തം മനഃ. കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ കൃഷ്ണസ്യ ദാസോസ്മ്യഹം. കൃഷ്ണേ ഭക്തി സാരാമ്മ വീഡിയോ സ്ട്രക്ക് ആയതുപോലെ ഉണ്ട്, ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. കേൾക്കുന്നില്ല. ഓഫാക്കി ഓണാക്കണം എനിക്ക്. മൈക്ക് മ്യൂട്ടാണമ്മ. തന്നെത്താനെ ഓഫായി പോയി അല്ലേ? അപ്പൊ ശ്രീകൃഷ്ണൻ അങ്ങനെ എല്ലാവരെയും ദ്വാരകയിൽ പിന്നെ താമസിപ്പിച്ചുകൊണ്ട് ഒരു ഗൃഹസ്ഥാശ്രമിയായിട്ട്, പക്ക നല്ലൊരു ഗൃഹസ്ഥാശ്രമിയായിട്ട് ജീവിക്കുന്നവരാണ് നമ്മൾ പറഞ്ഞത്. അപ്പോ അദ്ദേഹത്തിന് എല്ലാവരിലും ഓരോ ഭാര്യമാരിലും ഭഗവാനെ പോലെ തന്നെ അതേ രൂപഭാവങ്ങളോട് കൂടിയ മക്കളാണ് ഉണ്ടാവുക. ശ്രീകൃഷ്ണപുത്രന്മാരെല്ലാം ഭഗവാനെ പോലെ തന്നെയാണ് കാണാനുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ സന്തോഷമായിട്ട് ജീവിക്കുക. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഭഗവാൻ പിന്നെ ഭാര്യമാരോട്, പ്രത്യേകിച്ച് രുക്മിണിയാണല്ലോ മഹാലക്ഷ്മി, അപ്പോ സൗന്ദര്യ പിണക്കങ്ങളൊക്കെ ഉണ്ട്. അതാണ് നമ്മള് മഹാദേവനും മഹാദേവിക്കും പാർവതി ദേവിക്കും ഏറ്റവും ഇഷ്ടമുള്ള, അതുപോലെ ഭഗവാനും കേൾക്കാൻ അടിക്കടി ഇഷ്ടമുള്ള ഒരു ഭാഗവതത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഭാഗമാണ് കർഹി ചിതാധ്യായം. കർഹിചിതാധ്യായത്തിന്റെ പിന്നെ ഉള്ളടക്കം എന്താണെന്ന് വെച്ചാല്, ഭഗവാൻ രുക്മിണിയായിട്ട് ഇങ്ങനെ
പിന്നെ ഇത് ചെയ്യുക, കുത്തി കുത്തി നീ അങ്ങനെ ചെയ്തില്ലേ ഇങ്ങനെ ചെയ്തില്ലേ എന്നൊക്കെ പറഞ്ഞ് രുക്മിണിയെ പിണക്കുകയാണ്. നീ ഭയങ്കര അഹങ്കാരിയാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് രുക്മിണിയെ പിണക്കിക്കൊണ്ട് അപ്പൊ രുക്മിണി സങ്കടപ്പെട്ട് വളരെ വിഷമിച്ച് ഇരിക്കുമ്പം സമാധാനിപ്പിച്ച്, അതാണ് ആ കർഹിത അധ്യായത്തിന്റെ ഉള്ളടക്കം. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ദിവസം രുക്മിണി ഇങ്ങനെ മുറിക്കകത്ത് അവനെ കട്ടിലിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പൊ ഭഗവാൻ വന്നിട്ട് പറഞ്ഞു, നീ എന്തൊരു മണ്ടിയാണ്, നീ വലിയ രാജകുമാരിയും വലിയ സുന്ദരിയും അതിസുന്ദരിയും, എത്രയോ ശ്രേഷ്ഠന്മാരായ പുരുഷന്മാരാണ് നിന്നെ കാണാനായിട്ടും നിന്നെ കല്യാണം കഴിക്കാനായിട്ടൊക്കെ അവിടെ ഉണ്ടായിരുന്നത്. നീ എന്നിട്ട് എന്നെ പോലെ ഒന്നിനും കൊള്ളാത്ത ഒരു കാലിച്ചക്കനെയാണല്ലോ സ്വീകരിക്കാൻ നിനക്ക് തോന്നിയത്. നിന്റെ തലയിലെഴുത്ത് വളരെ കഷ്ടം തന്നെ രുക്മിണി, കഷ്ടം തന്നെ ആയിപ്പോയി കേട്ടോ. എനിക്ക് വേണ്ടി സേവ ചെയ്യേണ്ടി വരുന്നില്ലേ? നിന്റെ വല്ല ആവശ്യമുണ്ടോ? വേണമെങ്കിൽ ഒരു കാര്യം ചെയ്തോളൂ, നീ ഇത്ര ശ്രേഷ്ഠയായ പെൺകുട്ടിയല്ലേ, അതുകൊണ്ടൊരു കന്യകാരത്നമല്ലേ, അതുകൊണ്ടൊരു കാര്യം ചെയ്തോളൂ, വേണമെങ്കിൽ അതുപോലെ ശ്രേഷ്ഠനായ ഒരാളെ കല്യാണം കഴിച്ചോളൂ. എനിക്ക് സമ്മതമാണ്, എനിക്ക് വിരോധമൊന്നുമില്ല, നീ വേണമെങ്കിൽ അവരുടെ കൂടെ പൊക്കോന്ന് പറയും, അവരുടെ കൂടെ കല്യാണം കഴിക്കണമെങ്കിൽ നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിയാക്കി ഓരോന്ന് പറഞ്ഞ് ജ്വലിപ്പിക്കുക. അപ്പത്തേക്കും വളരെ മനസ്സ് അപ്പൊ അതൊക്കെ ഈ വളരെ നിഷ്കളങ്കയായ കുട്ടിയാണ്. പിന്നെ ഈ കുട്ടി വളരെ മാലിന്യമില്ലാത്ത സ്വഭാവമാണല്ലോ. ഭഗവാന്റെ അടുത്ത് ഭയങ്കര ഭക്തി സ്നേഹമാണ്. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടം വരും. കാരണം എന്നെങ്ങാനും ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് എന്നെ വേറെ കല്യാണം കഴിപ്പിക്കോ എന്നൊക്കെ ഉള്ള സങ്കടം കൊണ്ട് തല കുനിച്ചിരുന്ന് ഇങ്ങനെ കണ്ണുനീർ വാർത്ത് തളർന്ന് കിടക്കും. അപ്പൊ ഭഗവാൻ ഓടിച്ചെന്ന് കോരിയെടുത്ത് താലോലിച്ച് പിന്നെ ചുംബനങ്ങൾ കൊണ്ടൊക്കെ മൂടി ഒരുപാട് ആശ്ലേഷിപ്പിച്ച് അപ്പൊ ഒരു സമാധാനമായി. പിന്നെ പറയാം, എന്നാലും ഭഗവാൻ പറഞ്ഞതൊക്കെ ശരിയാണ്, ഞാൻ വാസ്തവത്തിൽ ഭഗവാനെ യോഗിയല്ല, ത്രിമൂർത്തികളും കൂടെ ആരാധിക്കുന്ന അങ്ങേക്ക് ഞാനെങ്ങനെ യോഗിയാവുന്നത് എന്നൊക്കെ അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ് പിന്നെ അതൊക്കെ വിശ്വസിച്ചിട്ട്, ശരിയാണ്, ഞാൻ കൊള്ളരുതാത്തവളാണ്, എന്നെ കൊണ്ട് അതിന് യോഗ്യത ഇല്ലാത്തവളാണ് എന്നൊക്കെ പറയാം. അപ്പൊ കൃഷ്ണൻ പറയും, നോക്ക്, നിന്റെ ഈ മാതിരിയുള്ള പരിഭവങ്ങളും സൗന്ദര്യ പിണക്കങ്ങളും അതിൽ നിന്നുണ്ടാവുന്ന സ്നേഹപ്രകടനവും ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ നിന്നെ പറഞ്ഞത്, അല്ലാതെ അത് കണ്ട് ആനന്ദിക്കാൻ വേണ്ടിയിട്ടാണ്, നിന്നെ അഭിനന്ദിക്കാനല്ലാതെ വേറെ നിനക്ക് വേറെ ഒരു തരത്തിലുള്ള കറകളുമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഭഗവാൻ ഒരു ലൗകികമായ മനുഷ്യൻ, ഭർത്താവ് എന്തൊക്കെയാണ് ഭാര്യമാരോട് ചെയ്യുക അതുപോലെയൊക്കെ തന്നെ ഈ ഭാര്യമാരോടൊക്കെ ചെയ്ത് അവരെയൊക്കെ സന്തോഷിപ്പിച്ച് അവർക്കൊക്കെ 10 മക്കളെയും കൊടുത്ത് അങ്ങനെ പിന്നെ സുഖമായിട്ട് ജീവിക്കുകയാണ്. അങ്ങനെ ഭഗവാൻ ഗൃഹസ്ഥാശ്രമിയായിട്ട്, അതോ എന്താ ശ്രേഷ്ഠനായ ഗൃഹസ്ഥാശ്രമി, 16,008 പേരെയും ഒട്ടും പിണക്കാതെ ഒരുപോലെ സന്തോഷത്തോടെ, എല്ലാവർക്കും എൻ്റെ അടുത്താണ് കൃഷ്ണൻ എന്നുള്ള ഒരു ഫീലിംഗ് ആണ്. ഗോപക സ്ത്രീകൾക്ക് രാസലീലയിൽ ഉണ്ടായ പോലെ എൻ്റെ അടുത്ത് മാത്രമാണ് കൃഷ്ണൻ എന്ന് പറഞ്ഞ ഓരോരുത്തരുടെ ഫീലിംഗ്. എൻ്റെ കൃഷ്ണൻ അങ്ങനെ അങ്ങനെ വാസ്തവത്തിൽ ഭഗവാൻ ആരാണ്? ഇവരെല്ലാവരും നമ്മളുടെ അത്ര അതിലേക്ക് പോകുന്നില്ല, എന്നാലും വേദാന്തത്തിൽ പറയുന്നത് നമ്മുടെ സഹസ്രാരത്തിലാണ് 16,008 സഹസ്രദള പത്മം ഇരിപ്പുണ്ട് നമ്മുടെ ശീർഷത്തില്, സഹസ്രശീർഷ. അവിടെ പിന്നെ അവിടെയുള്ള സഹസ്രാരത്തിന് ആ താമര, അതിന്റെ എതളുകളാണ് ഈ 16,008. അങ്ങനെയാണ് അതിന്റെ വേദാന്തത്തിലേക്ക് പോകുന്നത്. അപ്പൊ അവിടെ പരമാത്മാവായ ഭഗവാൻ ഓരോ അണുവിലും കണകണത്തിലും നിറഞ്ഞു നിൽക്കുന്നു. എല്ലാവർക്കും എന്റെയാണ് ഭഗവാൻ എന്ന് തോന്നുന്ന മാതിരി ഭഗവാൻ സർവത്ര വ്യാപിച്ചു നിൽക്കുന്ന, യാതൊരു കളങ്കവുമില്ലാത്ത, ഒരു ച്യുതിയുമില്ലാത്ത, ഒരിക്കലും അഴിവില്ലാത്ത, ഒരിക്കലും നശിക്കാത്ത അങ്ങനെയുള്ള ഒരു പരമാത്മ ചൈതന്യമാണ് ഭഗവാൻ. ആ ചൈതന്യം കൊണ്ടാണ് ഈ ലോകത്ത് സർവ്വതും നിലനിൽക്കുന്നതും ഉണ്ടാകുന്നതും നിലനിൽക്കുന്നതും തിരികെ ഭഗവാനിൽ തന്നെ ലയിക്കുന്നതും. അപ്പൊ അതാണ് അതിന്റെ ആന്തരികമായ അർത്ഥം, ഈ 16,008 ഭാര്യമാരെന്നൊക്കെ പറയുന്നത്. പക്ഷെ എന്നാലും കഥയാണല്ലോ. അങ്ങനെ പറഞ്ഞപ്പം പരീക്ഷിത്ത് മഹാരാജാവ് ചോദിക്കുകയാണ്, പോരിൽ തോറ്റല്ലോ രുക്മിണിയുടെ ബ്രദർ രുക്മി പോരിൽ തോറ്റിട്ട് പിന്നെ അവസരം നോക്കിയിരിക്കുകയാണ്, എപ്പോഴാണ് കൃഷ്ണന്റെ അടുത്ത് പകരം വീട്ടാനായിട്ട്, കൃഷ്ണനെ എപ്പോ കൊല്ലാം എന്ന് പറഞ്ഞ് ഇങ്ങനെ അവസരം നോക്കിയിരിക്കുകയാണ്. രുക്മി തന്നെ ഒരു സ്ഥലം ഉണ്ടാക്കി, പിന്നെ മറ്റേ അവരുടെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നില്ലല്ലോ, രുക്മിണിയുടെ അവിടെ പോവാതെ സ്വയമായിട്ടൊരു രാജ്യം ഉണ്ടാക്കി അവിടെ ഇരിക്കുകയാണ്. അപ്പം
അപ്പൊ പറഞ്ഞു, ആ, പിന്നെ ഭഗവാന്റെ മക്കളിൽ ഒരാള് അനങ്കന്റെ അവതാരം. അനങ്കൻ എന്ന് വെച്ചാൽ അനങ്കനായിരുന്ന കാമദേവൻ. അനങ്കൻ എന്ന് വെച്ചാൽ അംഗമില്ലാത്തവൻ. ഭഗവാൻ ഭസ്മീകരിച്ചപ്പോ അംഗമില്ലാത്ത, അദൃശ്യനായി പോയല്ലോ, ദേഹമില്ലാത്ത അത് പ്രദ്യുമ്നായിട്ടാണ് ജനിക്കുന്നത്, നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ ആ പ്രദ്യുമ്നന് പിന്നെ അപ്പൊ ആ പ്രദ്യുമ്നൻ അങ്ങനെ അനങ്കന്റെ അവതാരമാണ്. അപ്പൊ അദ്ദേഹം അങ്ങനെ പറഞ്ഞല്ലോ, രതിദേവി വന്ന് കൂട്ടിക്കൊണ്ടുപോയ കാര്യമൊക്കെ പറഞ്ഞു. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോ തന്നെ പ്രദ്യുമ്ന് പിന്നെ ഒരു 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 സ്വയംവരത്തില് ഒരു കന്യക പ്രദ്യുമ്നെ വരിക്കും മനസ്സാല്. അപ്പൊ സ്വയംവരത്തിൽ അവർക്ക് ഇഷ്ടമുള്ളവരെ വരിക്കാം. അവർക്ക് ഇങ്ങനെ നോക്കി അവരെ പറഞ്ഞു കൊടുക്കും, ഓരോരോ ആയമാര് ഓരോ കാര്യം, ഓരോരുത്തരുടെ മഹത്വങ്ങളും ഗുണഗണങ്ങളും സമ്പത്തും ഒക്കെ പറഞ്ഞു കൊടുക്കും ഓരോരോ രാജാക്കന്മാര്. എന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ളവരെ അവർക്ക് മരണമാല്യം അർപ്പിക്കാം. അപ്പൊ അങ്ങനെ പ്രദ്യുമ്നെയാണ് പിന്നെ പിന്നെ എഴുതിച്ചത്. അപ്പം പ്രദ്യുമ്നന്റെ പോരിന് രുക്മി വരും. രുക്മി വരുമ്പോ രുക്മിയെ പ്രദ്യുമ്നൻ തോൽപ്പിക്കും. അപ്പൊ കൃഷ്ണനാലും പിന്നെ പരിഹസിക്കപ്പെട്ടു. ഇപ്പം പിന്നെ പ്രദ്യുമ്നാലും പരിഹസിക്കപ്പെട്ടു. പക്ഷേ അങ്ങനെ തോറ്റപ്പോഴത്തേക്ക് രുക്മിക്ക് ഒരു മകളുണ്ട്. രുക്മിയുടെ മകളെ പിന്നെ രുക്മിണിയുടെ ഇഷ്ടം കൊണ്ട് ചാരുമതി എന്നുള്ള അല്ല, കൃഷ്ണന്റെ ദത്തവൈരിയാണെങ്കിൽ രുക്മി തന്റെ മകളായ രോചനയെ രുക്മവതിയുടെ മകനും കൃഷ്ണന്റെ പൗത്രനുമായ അനിരുദ്ധന് നൽകി. അതായത് പ്രദ്യുമ്നന്റെ മകനാണ് അനിരുദ്ധനെ പറ്റി എല്ലാവരും കേട്ടിട്ടുണ്ട്. അതായത് കൃഷ്ണന്റെ പൗത്രനാണ്, കൊച്ചുമകനെ രുക്മിയുടെ മകളെ കല്യാണം കഴിപ്പിക്കും. കാരണം രുക്മിണിക്ക് ജ്യേഷ്ഠനുമായിട്ട് ഇങ്ങനെ പിണങ്ങിയിരിക്കുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ട് രുക്മിണിയുടെ സ്നേഹത്തിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി രുക്മവതിയുടെ മകനും കൃഷ്ണന്റെ പൗത്രനുമായ അനിരുദ്ധന് നൽകും. അങ്ങനെ ഈ സംബന്ധം സോദരി പ്രീതിക്ക് വേണ്ടി രുക്മി ചെയ്തതാണ്. അനിരുദ്ധന്റെ വിവാഹാവസരത്തിൽ രുക്മിണിയും കൃഷ്ണനും ബലരാമനും എല്ലാവരും വരും. അപ്പം അങ്ങനെ ആ കുടുംബ വഴക്ക് തീരുവാണ്. അങ്ങനെ ഒരു കല്യാണം വന്നപ്പോഴത്തേക്കും കൃഷ്ണനും ബലരാമനും ബാക്കി എല്ലാവരും ആ വിവാഹത്തില് പിന്നെ പങ്കെടുക്കാനായിട്ട് വരും. അങ്ങനെ വരുമ്പോ കലിംഗ രാജാവുണ്ട്. കലിംഗ രാജാവിനും കൃഷ്ണനെ ഇഷ്ടമല്ല. രുക്മിണിയുടെ കൂട്ടുകാരനും മറ്റേ ചേതി രാജാവിന്റെ കൂട്ടുകാരനും ഒക്കെയാണ് കലിംഗ രാജാവ്. കലിംഗ രാജാവിനും പിന്നെ ഇവരോട് കുറച്ചൊരു ഇഷ്ടക്കേടുണ്ട്. അതുകൊണ്ട് ചൂതുകളിക്ക് വിളിക്കും ബലരാമനെ. ബലരാമനാണെങ്കിൽ ചൂതുകളി നിനക്ക് പിന്നെ അറിഞ്ഞുകൂടാ, അതുകൊണ്ട് പിന്നെ എൻ്റെ കൂടെ കളിയാക്കും, നിനക്ക് ചൂത് കളിക്കാനൊന്നും അറിഞ്ഞൂടാ എന്ന് പറഞ്ഞിട്ട് ചൂതിന് വേണ്ടി വിളിക്കുമ്പോഴത്തേക്കും ബലരാമൻ ചൂത് കളിക്കാൻ പോയി. ഇപ്പൊ പണയം വെച്ചിട്ടാണല്ലോ, ഓരോരോ പണം പണയം വെച്ചിട്ടാണ്. അപ്പം ആദ്യം വെച്ചപ്പോഴത്തേക്കും പിന്നെ തോറ്റു. 2-3 പ്രാവശ്യം തോക്കുമ്പോഴത്തേക്കും കലിംഗൻ എന്ത് ചെയ്യും, പല്ലൊക്കെ ഇളിച്ചു കാട്ടി പരിഹസിച്ച് ചിരിക്കും. അപ്പത്തേക്കും പിന്നെ ബലരാമനാണെങ്കിൽ പെട്ടെന്ന് ക്രോധം വരും. ആള് പാവാണെങ്കിലും പെട്ടെന്ന് ക്രോധം, അപ്പൊ ദേഷ്യം വന്നിട്ട് സഹിച്ചില്ല. പക്ഷെ രുക്മി അപ്പം പിന്നെയും ഒരുപാട് ലക്ഷം രൂപ പന്തയം വെച്ചപ്പോ രാമൻ ജയിച്ചു. പക്ഷെ കള്ളക്കളിയിലൂടെ പിന്നെ രുക്മി ജയിച്ചത് കലിംഗനാണെന്ന് പറയും. രണ്ടാമതും രാമൻ ജയിക്കും. അപ്പോഴും രുക്മി പറയല്ല കലിംഗനാണ് ജയിച്ചതെന്ന്. അപ്പം രുക്മി ആ വിരോധം, കല്യാണമൊക്കെ കഴിപ്പിച്ചെങ്കിലും ആ ഉള്ളിൽ കിടക്കുന്ന വിരോധം തീർന്നിട്ടില്ല. അപ്പൊ കലിംഗന്റെ പക്ഷം ഇങ്ങനെ പറയാണ്. അപ്പം പിന്നെ ബലരാമൻ പറഞ്ഞു മധ്യസ്ഥന്മാര്, പിന്നെ രുക്മി പറഞ്ഞു മധ്യസ്ഥന്മാര് പറയട്ടെ, അല്ലെങ്കിൽ ആരാണ് ജയിച്ചതെന്ന്. അങ്ങനെ പിന്നെ വാസ്തവത്തിൽ ജയിച്ചത് ബലരാമനാണെങ്കിലും രുക്മി പറയുന്നത് കളവാണ് എന്ന് ആരും പറയാത്തതുകൊണ്ട് ഒരു ആകാശവാണി വരും. ആകാശവാണിയിലാകുമ്പോ ദേവന്മാരുടെ വാണിയാണത്. അവര് പറഞ്ഞു ബലരാമൻ തന്നെയാണ് ജയിച്ചത്, രുക്മി കള്ളം പറയാണ് എന്ന് പറഞ്ഞു. ആകാശവാണി അനാദരിക്കും. അത് കേട്ടിട്ടും ഇവർക്ക് ദുഷ്ടന്മാരല്ലേ, നല്ലത് കേട്ടാലും സമ്മതിക്കില്ലല്ലോ. അവരതിനെ അനാദരിച്ചിട്ട് അവര് ബലരാമനുമായിട്ട് പിന്നെയും പരിഹസിക്കും. കാലിമേച്ച് നടക്കണം, നിങ്ങൾക്ക് രാജാക്കന്മാർക്കല്ലേ ചൂതുകളിയൊക്കെ അറിയാവൂ, നിങ്ങളെ പോലെ കാലിമേച്ച് നടക്കണ യാദവന്മാർക്ക് എങ്ങനെയാ ചൂത് കളിക്കാനൊക്കെ അറിയാം എന്ന് പറഞ്ഞിട്ടൊക്കെ പിന്നെ അധിക്ഷേപിക്കുമ്പം ബലരാമൻ ഭയങ്കര കോപത്തോടുകൂടി പരിഖ എടുത്ത് രുക്മിയെ വധിക്കും.
അപ്പൊ ദേഷ്യം വന്നിട്ട് രുക്മിയെ വധിക്കുകയാണ്. അപ്പൊ പല്ലെല്ലാം പുറത്ത് കാട്ടി ഇളിച്ച് പിന്നെ കലിംഗ രാജാവിന്റെ പല്ല് മുഴുവൻ അടിച്ചു പൊടിച്ചു കളയും. അത് മുഴുവൻ തല്ലി കൊഴിച്ചിട്ട് പിന്നെ ഇരുമ്പൊലക്കാണ്. ഇരുമ്പൊലക്ക് ഹലം എന്ന് വെച്ചാൽ പിന്നെ കലപ്പ. ഇത് രണ്ടുമാണ് പിന്നെ അദ്ദേഹത്തിന്റെ ആയുധങ്ങൾ. അതുകൊണ്ടിട്ട് തല തകർത്തു. അങ്ങനെ എല്ലാവരും ബാക്കിയുള്ളവരൊക്കെ ഇത് കണ്ടപ്പോഴത്തേക്കും ചുറ്റും ഓടിക്കളഞ്ഞു. അങ്ങനെ കൃഷ്ണനും രാമനോ രുക്മിണിക്കോ തന്നോട് വിരോധം തോന്നിയെങ്കിലും എന്ന് കരുതി എന്ന് വെച്ചാൽ ബലരാമന്റെ സൈഡും കൂടുന്നില്ല, രുക്മിണിയുടെ സൈഡും കൂടും. രുക്മിണിയുടെ ചേഷ്ടനെയാണല്ലോ കൊന്നത്. ഒരു സൈഡും കൂടാതെ കൃഷ്ണൻ നിശബ്ദനായിട്ടിരിക്കും, ആരെയും പിണക്കണ്ടെന്ന് വെച്ചിട്ട്. അങ്ങനെ എല്ലാവരും കൂടെ നവദമ്പതികളെ അപ്പൊ എല്ലാം യുദ്ധം തീർന്നു, അവര് ജയിച്ചു. അപ്പൊ പിന്നെ നവദമ്പതികളായ അനിരുദ്ധനെയും യോജനയും കൂട്ടിക്കൊണ്ട് അവര് ദ്വാരകയിലേക്ക് തിരിച്ചു പോകും. അപ്പൊ പരീക്ഷത്ത് ചോദിക്കുകയാണ് വേറൊരു ക്വസ്റ്റ്യൻ. ഇതൊരു ഇൻസിഡന്റ്, നമ്മൾ അറിയാതെ കടന്ന ഒരു സംഭവമാണ്. രുക്മിയുമായിട്ടുള്ള കൂടിക്കാഴ്ച വീണ്ടും ബന്ധപ്പെട്ടതും എന്നിട്ടും രുക്മിക്ക് ആ വിരോധം, ആ വെറുപ്പ് പോകാതെ കടന്നത് കൊണ്ട് പിന്നെ അവരെ അധിക്ഷേപിക്കുന്നതും മരണത്തിന് കാര്യമായതും ഒക്കെയുള്ള സംഭവങ്ങൾ പരീക്ഷത്ത് ചോദിച്ചുകൊണ്ട് എല്ലാവർക്കും അറിയാനിട വന്നു. അതുപോലെ പരീക്ഷത്തിന്റെ അടുത്ത ക്വസ്റ്റ്യൻ, ബാണൻ എന്ന് പറയുന്ന ബാണപുത്രിയായ ഉഷയെ പിന്നെ അനിരുദ്ധൻ വീണ്ടും ഉഷയെ വിവാഹം ചെയ്തപ്പോൾ ഹരിഹരന്മാർ തമ്മിൽ ഘോരമായ യുദ്ധം. ഹരിഹരനും അതായത് ശിവനും വിഷ്ണുവും തമ്മിൽ ഭയങ്കരമായ യുദ്ധം നടക്കും. ബാണന്റെ മകളെ അനിരുദ്ധൻ പിന്നെ വിവാഹം കഴിച്ചപ്പം അപ്പൊ പറഞ്ഞു അത് വാമന രൂപത്തിൽ വിഷ്ണു വന്നല്ലോ. അപ്പോഴ് ബാലിയുടെ മഹാബലിക്ക് വാക്കുകൊടുത്തിട്ടുണ്ട്, പ്രഹ്ലാദിന് വാക്കുകൊടുത്തിട്ടുണ്ട്, പ്രഹ്ലാദന്റെ കുടുംബത്തിൽ ആരെയും ഉപദ്രവിക്കില്ലാണ്. അതുപോലെ മഹാബലിയുടെ മൂത്ത പുത്രനാണ് ബാണൻ എന്ന് പറയുന്ന മഹാബലിയുടെ മൂത്ത പുത്രനാണ്. പക്ഷെ ബാണൻ ഇത് അച്ഛനെ പോലെ തന്നെ അസുരജാതിയാണെങ്കിലും വളരെ നല്ലവനും ശ്രേഷ്ഠനും സത്യസന്ധനും ദൃഢവ്രതനും ഒക്കെ ആയിരുന്നു. അപ്പൊ അദ്ദേഹം താമസിക്കുന്നത് ശോണിതപുരം എന്നൊരു സ്ഥലത്താണ്. അപ്പൊ ശോണിതപുരത്തിലാണ് അദ്ദേഹം വാണുന്നത്. ശിവാനുഗ്രഹം കൊണ്ട് അദ്ദേഹത്തിന് പിന്നെ ശിവൻ പിന്നെ ഭക്തന്റെ ഭൃത്യനാണല്ലോ ഭഗവാൻ, ഭക്തസേവകനാണല്ലോ ഭഗവാൻ. അപ്പൊ ബാണന്റെ ഭക്തി കൊണ്ട് ബാണന് സേവകന മാതിരിയാണ് ശിവനെ കിട്ടുന്നത്. അങ്ങനെ ശിവാനുഗ്രഹം കൊണ്ട് ബാണന് പിന്നെ അപ്പൊ ശിവാനുഗ്രഹം കൊണ്ട് ദേവന്മാരൊക്കെ ബാണന്റെ ഭൃത്യന്മാരായി തീരും. മനസ്സിലായില്ലേ? അങ്ങനെ വാദ്യം വായിച്ചു. കാരണം എന്താന്ന് വെച്ചാൽ ബാണന് 1000 കൈകളാണുള്ളത്. അതുകൊണ്ട് ഭഗവാൻ നടനം ചെയ്യുമ്പം നടരാജ നൃത്ത സമയത്ത് ബാണനാണ് നല്ല വാദ്യഘോഷങ്ങളൊക്കെ മുഴക്കുന്നത്. അപ്പം ഭഗവാന് ഭയങ്കരമായ സംതൃപ്തിയായി, സന്തോഷായി. അപ്പൊ ശിവൻ ചോദിച്ചു, എന്ത് വരമാണ് നിനക്ക് വേണ്ടത് എന്ന് പറയാം. അപ്പൊ ഭഗവാൻ തന്നും തന്റെ പുരപാലകനായിട്ടിരിക്കണം, ഭഗവാൻ തന്നെ തന്റെ പുരപാലകനായിട്ടിരിക്കണം എന്ന് ബാണൻ ഒരു വരം ആവശ്യപ്പെട്ടു. അപ്പം ഭഗവാൻ സമ്മതിച്ചു. എന്നിട്ട് ഒരു ദിവസം പിന്നെ ഭഗവാൻ തന്നെ പുരവാസി ആയപ്പോഴത്തേക്കും ബാണൻ അഹങ്കാരം അതുണ്ടാവുമല്ലോ, അഹങ്കാരം വന്നപ്പോഴത്തേക്കും ഭഗവാന്റെ പാദത്തിൽ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, മഹാദേവ, ലോകഗുരുവും ലോകനിയന്താവും അർത്ഥികളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുന്നതുമായ അങ്ങ് ഒരു കൽപ്പവൃക്ഷം പോലെയാണ്. ഞാൻ അങ്ങയെ നമസ്കരിക്കുന്നു. അങ്ങ് എനിക്ക് 1000 കൈകൾ നൽകി, പക്ഷെ എനിക്കത് ഭയങ്കര ഭാരമാണ്. 1000 കൈകള് കൊണ്ട് നടക്കാൻ എനിക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് എന്നോട് എതിർത്ത് പോരാടാൻ 3 ലോകത്തിലും വേറെ ആരുമില്ല താനും. ഈ 1000 കൈകളുള്ള ആളല്ലേ, എൻ്റെ അടുത്ത് പോരാടാൻ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം, അങ്ങ് തന്നെ എന്നോട് യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞു. മറ്റാരെയും ഞാൻ കാണുന്നില്ല. അപ്പം എൻ്റെ കൈത്തരിപ്പ് മാറാനായിട്ട് ഞാൻ പർവ്വതങ്ങളെയൊക്കെ പൊടിച്ചു കളഞ്ഞു, പക്ഷെ അതൊന്നും കൊണ്ട് മാറുന്നില്ല. അതുകൊണ്ട് അങ്ങ് എൻ്റെ അടുത്ത് യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പം ശിവന് ഭയങ്കര ദേഷ്യം വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിന്റെ കൊടി മുറിഞ്ഞു വീഴുമ്പോൾ എനിക്ക് തുല്യനായ ഒരാൾ നിന്നെ കൊല്ലാനായിട്ട് വരും. നിന്നെ കൊല്ലാന്നല്ല, നിന്റെ ദർപ്പനാശം. ഇത്ര അഹങ്കാരം കൊണ്ടാണല്ലോ ഭഗവാനെ തന്നെ വെല്ലുവിളിച്ചിട്ട് തൊഴുതിട്ടൊക്കെ ആണെങ്കിലും ഭഗവാനോട് പറയണ, ഭഗവാൻ വേറെ ആരും എൻ്റെ അടുത്ത് യുദ്ധം ചെയ്യാൻ പ്രാപ്തിയുള്ളവരല്ല, അങ്ങ് തന്നെ എൻ്റെ അടുത്ത് യുദ്ധം ചെയ്യണമെന്ന് പറയാ. അത് കുറച്ച് അഹങ്കാരം കൂടിപ്പോയുണ്ട്. അപ്പൊ ഭഗവാൻ പറഞ്ഞു, നിന്റെ ഈ ദർപ്പശമനം, മഹാബലിക്കും ദർപ്പശമനമാണ് ഉണ്ടായത്,
ഈ ദർപ്പശമനത്തിന് എനിക്ക് തുല്യനായ ഒരാളുണ്ടാവും. അന്ന് നിന്റെ കൊടി വീഴുമ്പം നിനക്ക് നിന്റെ ദർപ്പം ശമിക്കും എന്ന് പറഞ്ഞിട്ട് അപ്പം ബാണന് സന്തോഷായി. എന്ന് വെച്ചാ പിന്നെ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞപ്പോ ഈ ആരും കൈയുടെ ഭാരം തീർന്നു കിട്ടുമല്ലോ. അതിന് ആരാണ് എന്നെ അങ്ങനെ നശിപ്പിക്കാൻ, എന്റെ ദർപ്പം നശിപ്പിക്കാൻ വരുന്നതെന്ന് പറഞ്ഞിട്ട് ബാണൻ ഇങ്ങനെ കാത്തിരിക്കും. അപ്പൊ ബാണന് അതിസുന്ദരിയായൊരു പുത്രയുണ്ട്, ഉഷ. ഉഷ ഉഷയാണെങ്കില് സ്വപ്നത്തില്, കണ്ടിട്ടുമില്ല കേട്ടിട്ടും ഒന്നുമില്ല, പക്ഷെ സ്വപ്നത്തില് അനിരുദ്ധനെയാണ് സ്വപ്നം കാണുന്നത്. അനിരുദ്ധനെ സ്വപ്നം കണ്ടപ്പം അനിരുദ്ധനെ വിവാഹം ചെയ്ത് അനിരുദ്ധനുമായിട്ട് രമിക്കുന്നതൊക്കെയാണ് സ്വപ്നം കണ്ടത്. ഉണർന്നപ്പം നോക്കിയപ്പം തന്റെ സ്വപ്നത്തിനുണ്ടായിരുന്ന പുരുഷൻ തന്റെ സമീപത്തില്ല. അപ്പൊ ഭയങ്കര സങ്കടമായി. അപ്പം അനിരുദ്ധൻ സങ്കടമായപ്പോഴത്തേക്കും പിന്നെ എവിടെ പോയി എന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെടാൻ തുടങ്ങി. അപ്പം ബാണന്റെ മന്ത്രിയുടെ മകളാണ് ചിത്രലേഖ. ചിത്രലേഖ ഉഷയുടെ വളരെ വലിയ തോഴിയാണ്. അപ്പൊ അവര് ചോദിച്ചു, നീ എന്താണ് ഇങ്ങനെ വിഷമിക്കണേ, നീ കല്യാണം കഴിച്ചു, നീ എന്താണ് കാന്തനെ അന്വേഷിക്കുന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പം എല്ലാം പറഞ്ഞു. നീ കണ്ടിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചു. അപ്പം ഈ സ്വപ്നത്തിന്റെ വിവരമൊക്കെ ഉഷ പറഞ്ഞു. ഉഷ പറഞ്ഞിട്ട് വർണ്ണിക്കും. പീതാംബരധാരിയും നല്ല പിന്നെ ശ്യാമവർണ്ണനും അതിസുന്ദരനുമായ ഒരു പശുവിനെ ഞാൻ കണ്ടത് പിന്നെ എന്റെ കൂടെ രമിക്കുകയായിരുന്നു. പക്ഷെ അത് തീരുന്നതിന് ഞങ്ങൾ സന്തോഷമായിട്ട് ഇരിക്കുമ്പോ തന്നെ സ്വപ്നം മുറിഞ്ഞു പോയി. അപ്പൊ പിന്നെ ആ സന്തോഷം മുഴുവൻ അനുഭവിച്ച് തീരാൻ പറ്റിയില്ല. അതുകൊണ്ട് അങ്ങ് എവിടെ പോയി എന്ന് അറിയില്ല, അതാണ് എനിക്ക് സങ്കടം എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ആരാണെന്ന് പറയാമെങ്കിൽ ഞാൻ ത്രിലോകങ്ങളിൽ എവിടെ ഉണ്ടെങ്കിലും ഞാൻ പോയി പിടിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞു ചിത്രലേഖ. ചിത്രലേഖയ്ക്ക് ഒരുപാട് സിദ്ധചാരണന്മാരെയൊക്കെ അറിയാം, ഒരുപാട് ശക്തികളുണ്ട് ചിത്രലേഖയ്ക്ക്. അപ്പം ചിത്രലേഖ എന്ത് ചെയ്തു, നല്ല വരയ്ക്കുന്ന ആളാണ് ചിത്രലേഖ, നല്ല ചിത്രകാരിയാണ്. അപ്പൊ ചിത്രലേഖ ഒരുപാട് യക്ഷകിന്നര ദേവന്മാരുടെ ഒക്കെ ഇടയിൽ നിന്ന് ഒരുപാട് സുന്ദര പുരുഷന്മാരുടെ ചിത്രങ്ങൾ വരച്ചു കാണിക്കും. അങ്ങനെ വരച്ച് 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 കൃഷ്ണന്റെ ചിത്രം വരച്ചു. അപ്പം നോക്കിയപ്പോ കുറച്ച് സാമ്യമുണ്ട്. പ്രദ്യുമ്നന്റെ ചിത്രം വരച്ചു, അപ്പോഴും കുറച്ച് സാമ്യമുണ്ട്. പക്ഷെ പൂർണ്ണമായിട്ടും ആയില്ല. അനിരുദ്ധന്റെ പടം വരച്ചപ്പോഴത്തേക്ക് ലജ്ജ കൊണ്ട് മുഖമൊക്കെ കുനിച്ച് ഉഷ ഇരിപ്പായി. അപ്പൊ മനസ്സിലായി, ഓ ഇത് തന്നെയാണ് ആള് അനിരുദ്ധൻ എന്ന് മനസ്സിലായി. അപ്പൊ കൃഷ്ണന്റെ പൗത്രനായ അനിരുദ്ധനാണ് പിന്നെ നിന്റെ കാമുകൻ എന്ന് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുതരാം എന്ന് പറഞ്ഞ് ചിത്രലേഖ നേരെ അനിരുദ്ധനെ തിരിഞ്ഞ് നേരെ ആകാശമാർഗേണ ദ്വാരകയിലേക്ക്. പിന്നെ ഒരുപാട് പവറുള്ള അസുരവർഗങ്ങളാണല്ലോ, അസുരവർഗത്തിന് ഒരുപാട് മായാശക്തികളുണ്ട്. അപ്പൊ ചിത്രലേഖയ്ക്ക് അങ്ങനെ പറന്നു പോകാനുള്ള കഴിവുണ്ട്. അങ്ങനെ ദ്വാരകയിൽ പോയി അവിടെ ചെന്ന് സുഖമായിട്ട് ഉറങ്ങിക്കിടക്കുന്ന അനിരുദ്ധനെ യോഗശക്തി കൊണ്ട് കട്ടിലോടുകൂടി പൊക്കിയെടുത്ത് കൊണ്ടുവന്ന് തോഴിക്ക് കാണിച്ചു കൊടുത്തു. അപ്പം സന്തോഷായി. അതിസുന്ദരനായ അവനെ കണ്ടപ്പോഴത്തേക്ക് അതിസുന്ദരിയായ ഉഷയ്ക്ക് ആനന്ദഭരിതയായി. അങ്ങനെ ആ അന്തഃപുരത്തിൽ ഒരാണുങ്ങളെ കേട്ടാൽ അന്തഃപുരത്തിൽ ആർക്കും പ്രവേശനമില്ല. ചുറ്റും ഒരുപാട് കാവൽക്കാരെയൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മുടെ ബാണൻ. പക്ഷേ ഈ അനിരുദ്ധനും അന്തഃപുരത്തിനകത്ത് പ്രവേശിച്ച് അവർ രണ്ടിനും കൂടെ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് സുഖമായിട്ട് ജീവിക്കുകയാണ്. അങ്ങനെ ജീവിക്കുമ്പം ഒരു പ്രാവശ്യം ഈ കാവൽക്കാർക്ക് ഒരു സംശയം തോന്നും. ഈ രാജകുമാരിയെ കാണുമ്പോഴേ ഒരു സംശയം തോന്നി, ഇത് ശരിയല്ല, എന്തോ ഒരു വശപ്പിശകുണ്ട്. അപ്പം ബാണനോട് പറഞ്ഞു, ഭഗവാനെ സ്വാമി ഞങ്ങൾ ഒരുപാട് ശ്രദ്ധയോടുകൂടി നോക്കുന്നുണ്ടെങ്കിലും അങ്ങയുടെ മകളുടെ അന്തഃപുരത്തിൽ ഒരു പുരുഷനുണ്ട്, തീർച്ചയായിട്ടും നമ്മൾക്കത് മനസ്സിലാവുന്നുണ്ട്, ആ ചേഷ്ടകളൊക്കെ കണ്ടാൽ നമുക്കറിയാം എന്ന് പറഞ്ഞു. അപ്പം കുലത്തിന് കളങ്കം വരുത്തും എന്ന് പറയും. അപ്പൊ ബാണൻ എന്ത് ചെയ്തു, ബാണനപ്പം മകളുടെ അന്തഃപുരത്തിലേക്ക് പോകും. അന്തഃപുരത്തിൽ ചെന്നപ്പോ അവിടെ അനിരുദ്ധനുണ്ട്. അനിരുദ്ധനും ഈ കുട്ടിയും കൂടെ കളിച്ചോണ്ടിരിക്കുകയാണ്, ചതുരംഗം കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ചൂത് കളിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കും അനിരുദ്ധനെ കണ്ടപ്പോഴത്തേക്കും ആൾക്കാരൊക്കെ വന്ന് ബാണന്റെ സേന വൃന്ദമൊക്കെ വന്ന് ചുറ്റും നിറവിളപ്പിച്ചു. എന്നുവെച്ചാ പിന്നെ ജയിലിടാൻ അറസ്റ്റ് ചെയ്ത് പിന്നെ ബന്ധനസ്ഥനാക്കുകയാണ് അനിരുദ്ധനെ. അപ്പം ഉഷയാണെങ്കിൽ ഭയങ്കര കരച്ചില്. പക്ഷെ അതൊന്നും കേൾക്കാതെ പിന്നെ കണ്ണീർ വാർക്കുന്ന ഉഷയൊക്കെ തട്ടിപ്പറിച്ച് അനിരുദ്ധനെ പിന്നെ
ബന്ധനസ്ഥനാക്കി. ഈ സമയത്ത് ദ്വാരകയിൽ എന്താ നടക്കുന്നത്? അനിരുദ്ധനെ കാണാനില്ല. എവിടെ പോയി? അനിരുദ്ധനെ കിടക്കയില് കാണുന്നില്ല. അനിരുദ്ധനെ കാണാനില്ല എന്ന് പറഞ്ഞ് ദ്വാരകയിൽ ഭയങ്കരമായിട്ട് അന്വേഷിക്കുകയാണ് എല്ലാവരും. അങ്ങനെ അന്വേഷിച്ചൊന്നും ഒരു പിടിയും കിട്ടുന്നില്ല. അങ്ങനെ 4 മാസം കഴിഞ്ഞു. 4 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നാരദ മഹർഷി വന്നിട്ട് ഭഗവാനോട് പറഞ്ഞു, അനിരുദ്ധനെ ബാണന്റെ അവിടെ ബന്ധനസ്ഥനാക്കി വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പൊ ബാണന്റെ സ്ഥലം ഏതാണ്? ശോണിതപുരം. അപ്പൊ ആ ശോണിതപുരത്തിലേക്ക് വളരെ വലിയ സേന, അവർക്കൊക്കെ അക്ഷൗണികളാണ്, അക്ഷൗണി പടയുമായിട്ട് പിന്നെ ഭഗവാൻ തൻ്റെ മക്കളുടെ സാമ്പൻ, പ്രദ്യുമ്നൻ, അങ്ങനെയൊക്കെയുള്ള പിന്നെ നന്ദൻ എന്നെല്ലാം ഉള്ള 10 മക്കളുടെ കൂടെ 10 മക്കളെ കൂടെ കൂട്ടിക്കൊണ്ട് അവരെല്ലാ സേനാ സന്നാഹങ്ങളോടുകൂടി അവിടെ ചെന്നു, ബാണന്റെ അവിടെ ചെന്നു. ബാണനാണെങ്കിൽ അതിലും വലിയ സേന, അതിലും വലിയ സേനയായിട്ട് ബാണനും യുദ്ധത്തിന് തയ്യാറാണ്. അപ്പൊ ഭഗവാൻ രുദ്രൻ മഹാദേവൻ എല്ലാം ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞിരിക്കുകയല്ലേ. പിന്നെ ബാണന്റെ പിന്നെ രക്ഷകനാണല്ലോ. അപ്പം ഭഗവാനും വൃഷഭാരൂഢനായിട്ട് പുത്രന്മാരും തൻ്റെ പിന്നെ ഗണവൃന്ദങ്ങളും ഒക്കെ ആയിട്ട് ഭഗവാനും പിന്നെ ബാണന്റെ പക്ഷത്ത് ചേരും. അങ്ങനെ ഭഗവാനും രാമകൃഷ്ണന്മാരുമായിട്ട് മഹാദേവൻ യുദ്ധം ചെയ്യാൻ തുടങ്ങും. ഭയങ്കര ആശ്ചര്യകരമായ യുദ്ധം നടന്നു. ബലരാമനപ്പം പിന്നെ പല സാമ്പൻ, ബാണാസുരൻ, സാത്വികി, അതൊക്കെ ഭഗവാന്റെ പിന്നെ സാത്വികി ഭഗവാന്റെ പിന്നെ ഇതാണ്, മന്ത്രിയാണ്. അപ്പൊ എല്ലാവരുമായിട്ടും ബാണന്റെ അടുത്ത് പോരാടും. ഈ യുദ്ധം കാണാനായിട്ട് ബ്രഹ്മാവും ബാക്കി ദേവന്മാരെല്ലാം വന്ന് അണിനിരക്ക് നിൽക്കും. ഇങ്ങനെ ഒരു യുദ്ധം കണ്ടിട്ടില്ലല്ലോ ആരും. അങ്ങനെ പിനാകപാണി ഒരുപാട് അസ്ത്രങ്ങൾ, ശാർങ്ങായുധൻ, പിനാകപാണി എന്ന് പറയുന്നത് മഹാദേവൻ, ശാർങ്ങായുധൻ എന്ന് പറയുന്നത് വിഷ്ണു, അവർ രണ്ടുപേരുടെ നേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയോഗിച്ചു. ശിവൻ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുമ്പോൾ ഭഗവാനും ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കും. അവരങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ആഗ്നേയം എന്ന് വെച്ചാൽ തീയ്, പാർജന്യം എന്ന് വെച്ചാൽ മേഘം. ആഗ്നേയം അയക്കുമ്പോൾ പാർജന്യം അയക്കും. അപ്പൊ തമ്മിൽ അങ്ങോട്ട് ക്യാൻസൽഡ് ആയി പോകും. അങ്ങനെ പരസ്പരം അവർ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഭഗവാൻ 500 വില്ലും, അപ്പം ബാണന് 1000 കൈകളുണ്ട്, 500 അമ്പ് ഒരുമിച്ച് അയക്കും. ഭഗവാൻ 500 പിന്നെ 500 വില്ലെടുത്ത് 500 അമ്പുകൾ അയക്കും. അപ്പൊ 500 വില്ലും ഭഗവാൻ ഒറ്റ അമ്പ് കൊണ്ട് ഒറ്റ അടിക്ക് മുറിച്ചു കളഞ്ഞു. അങ്ങനെ ബാണന്റെ പ്രാണൻ തകർക്കാൻ വേണ്ടി അവന്റെ അപ്പൊ ബാണനെ കൊല്ലാറാവുന്ന തോന്നുമ്പോ ബാണന്റെ അമ്മ എന്ത് ചെയ്തു അറിയോ? ഈ യുദ്ധം കണ്ടോണ്ടിരിക്കുകയാണ്, വിവസ്ത്രയായിട്ട് വന്ന് തേരിന്റെ മുമ്പിൽ നിൽക്കും. അപ്പൊ ഒരു സ്ത്രീ വിവസ്ത്രയായിട്ട് നിന്നപ്പോ ഭഗവാൻ തല തിരിച്ചു കളഞ്ഞു. തല തിരിച്ച് അതിന് തക്കം നോക്കി ബാണനോട് രക്ഷപ്പെടും. അങ്ങനെ ഭൂതഗണങ്ങളും എല്ലാം ഓട്ടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് 3 കാലും 3 തലയുമുള്ള ഒരു ജ്വരം എന്ന് വെച്ചാൽ കൃതി എന്ന് പറഞ്ഞിട്ടൊരു ജ്വരം ഭഗവാന്റെ നേരെ ദഹിപ്പിക്കാനായിട്ട് പാഞ്ഞു വരികയാണ്. അത് രുദ്രന്റെ ആണ്. അപ്പം ഭഗവാന്റെ നേർക്ക് പാർന്നു ചെയ്തപ്പം പിന്നെ ഭഗവാൻ എന്ത് ചെയ്തു? വൈഷ്ണവ ജ്വരം ഉണ്ടാക്കി, വൈഷ്ണവ ജ്വരം സൃഷ്ടിച്ചു. ശിവജ്വരവും വൈഷ്ണവജ്വരവും തമ്മിൽ യുദ്ധമായി. അവരുടെ ജ്വരത്തിൽ പീഡിതനായ മഹേശ്വരൻ ഭയപ്പെട്ട് എങ്ങും അഭയം കിട്ടാതെ അവസാനം കൃഷ്ണന്റെ അടുത്ത് തന്നെ വന്ന് ഭഗവാൻ മഹാദേവൻ കൃഷ്ണനെ തന്നെ ആശ്രയിക്കും. എന്നിട്ട് പറഞ്ഞു, പിന്നെ 1000 കൈകൾ ധരിച്ച് നാനായുധം ധരിച്ച ബാണൻ കടുത്ത കോപത്തോടുകൂടി ചക്രായുധൻ എന്ന് വെച്ചാൽ വിഷ്ണു, ഭഗവാൻ കൃഷ്ണന്റെ നേരെ അമ്പുകൾ ഇങ്ങനെ വർഷിക്കാൻ തുടങ്ങും. അപ്പം പിന്നെ ഭഗവാൻ എന്ത് ചെയ്തു? ആ കരങ്ങളെ എല്ലാം ഭഗവാൻ മൂർച്ചയേറിയ ഭഗവാന്റെ പിന്നെ സുദർശന ചക്രം കൊണ്ട് മുറിച്ചു കളയും. എല്ലാം മുറിച്ചു കളഞ്ഞപ്പോ ഭഗവാൻ പറഞ്ഞു, മഹാദേവൻ പറഞ്ഞു, എന്റെ ഭക്തനാണ് ബാണൻ, അതുകൊണ്ട് പിന്നെ ബ്രഹ്മാവും ദേവന്മാരും എല്ലാവരും പിന്നെ അഭിനന്ദിക്കുന്ന ഒരാളാണ് ബാണൻ, എന്റെ ഭക്തനുമാണ്, അതുകൊണ്ട് കൊല്ലരുതെന്ന് പറഞ്ഞു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, എനിക്ക് കൊല്ലാൻ പറ്റില്ല, കാരണം ഞാന് പിന്നെ പ്രഹ്ലാദനൊരു വരം കൊടുത്തിട്ടുണ്ട്. പ്രഹ്ലാദന്റെ കുടുംബത്തിൽ ഒരിക്കലും ഒരു 7 തലമുറ വരെ ആരെ തന്നെയും ഭഗവാൻ വധിക്കില്ല, അവർക്കൊരു ശല്യവും നഷ്ടവും വരുന്ന രീതിയിലുള്ള ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനും പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ബാണൻ ദയാപാത്രമാണ് എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ പിന്നെ പക്ഷേ ബലിപുത്രനായ ഇവനെ എനിക്കും അബദ്ധ്യനാണ്, അതുകൊണ്ട് അങ്ങയുടെ പാർഷദനുമാണല്ലോ, അതുകൊണ്ട് ഈ അസുരൻ ഒരിക്കലും ഒരു സ്ഥലത്തു നിന്നും ആരിൽ നിന്നും ഒരു ഭയവും ഉണ്ടാകില്ല എന്നുള്ള അനുഗ്രഹം കൊടുത്തു. അനുഗ്രഹം കൊടുത്ത് അഭയം ലഭിച്ച ബാണൻ കൃഷ്ണനെ സാഷ്ടാംഗം നമസ്കരിച്ച് അനന്തരം അനിരുദ്ധനെ, അപ്പൊ യുദ്ധം തീർന്നു,
യുദ്ധം തീർന്നപ്പോഴത്തേക്കും ബാണന് കൈകളും പോയി കിട്ടി. ബാണന് കൈകൾ പോണം, 4 കൈകൾ മാത്രം കൊടുത്തിട്ട് ബാക്കി എല്ലാ കൈകളും ഭഗവാൻ മുറിച്ചു കളഞ്ഞു. മഹാദേവന്റെ ആദേശത്തോടു കൂടി എല്ലാ കൈകളും മുറിച്ചു കളഞ്ഞിട്ട് 4 കൈ മാത്രം ബാക്കി വെച്ചു. എന്നിട്ട് അനിരുദ്ധനെയും പിന്നെ ഉഷയുടെയും വിവാഹം കഴിപ്പിച്ച് അവരെ കൊണ്ടുപോവാണ്. ഇപ്രകാരം പിന്നെ അനിരുദ്ധനെ മുമ്പിലാക്കി സേനയാൽ ചുറ്റപ്പെട്ട കൃഷ്ണൻ കൊച്ചുമകനെയും ഭാര്യയും കൊണ്ട് ദ്വാരകയിലേക്ക് മടങ്ങും. അപ്പൊ ശുകൻ ചോദിച്ചു, അല്ലയോ രാജൻ, ഒരു ദിവസം സാമ്പൻ. അപ്പൊ ശുകൻ പിന്നെ വീണ്ടും പറയുകയാണ്, സാമ്പൻ എന്ന് പറയുന്നത് ജാമ്പവതിയിലുണ്ടായ കൃഷ്ണന്റെ പുത്രനാണ് സാമ്പൻ. അതുപോലെ തന്നെ ഗദൻ തുടങ്ങിയ ഭഗവാന്റെ തന്നെ മക്കളാണ്. അവരെല്ലാവരും കൂടെ പൂന്തോട്ടത്തിൽ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ചെറുപ്പക്കാരാണ്. അവര് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവര് വെള്ളം തേടി, കൊച്ചുകുട്ടികളായിരിക്കുന്ന സമയത്ത് ഒരു കഥയാണ് ശുഗ മഹർഷി പറയാണ്. ഇവര് കുട്ടികളായിട്ട് പൂന്തോട്ടത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് ദാഹിച്ചപ്പോഴത്തേക്കും അവരെ പിന്നെ വെള്ളം കുടിക്കാനായിട്ട് നോക്കിയപ്പോ അവിടെ തന്നെ ഒരു വലിയ കിണർ കണ്ടു. അപ്പൊ കിണറിന്റെ അടുത്ത് പോയിട്ട് കിണറ്റിന് വെള്ളമില്ല, പക്ഷെ അതിനകത്തൊരു വലിയ ഓന്തിരിക്കണു. വെള്ളമില്ല, പക്ഷെ ഒരു വലിയ ഓന്ത് അതിനകത്തിരിക്കണു. അപ്പൊ കുട്ടികൾ വെച്ച് പാവം, അതിനെ രക്ഷിക്കാം എന്ന് പറഞ്ഞ് അതിനെ കരക്ക് കയറ്റാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ, കമ്പിട്ട് കൊടുക്കണു, അത് ചെയ്യണു, പല കാര്യങ്ങൾ ചെയ്ത് നോക്കി, വള്ളി കൂട്ടിക്കെട്ടി നോക്കി, കെണിയിൽ കുരുക്കി, എന്നിട്ടൊന്നും പറ്റുന്നില്ല അവർക്ക്. അവര് കുട്ടികളെ കൊണ്ട് പറ്റാത്തതുകൊണ്ട് അവർ വേഗം കൃഷ്ണന്റെ അടുത്തേക്ക് ഓടിപ്പോയിട്ട് ഭഗവാനോട് പറഞ്ഞു. ഭഗവാൻ അച്ഛൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, അച്ഛാ ഇങ്ങനെ അതിനകത്തൊരു ഓന്തിരിക്കണോ, ഞങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ പറ്റില്ല, ഒന്ന് വരുമോ എന്ന് ചോദിച്ചു. അപ്പം ഭഗവാൻ അറിയാം ആരാണ് ആ ഓന്ത്, അവിടെ ഓന്തായിട്ടിരിക്കുന്ന ആരാണെന്ന് ഭഗവാൻ അറിയാം. അപ്പൊ ഭഗവാൻ വേഗം വരികയാണ്. അപ്പൊ ഇതൊക്കെ ശാപമോക്ഷമാണല്ലോ, ശാപമോക്ഷത്തിനുള്ള സമയമായി. അതുകൊണ്ടാണ് അപ്പം ഭഗവാൻ അറിയാത്ത മറ്റു ചോദിച്ചു, അങ്ങ് ആരാണ്, അങ്ങ് എന്താണ് ഈ രൂപത്തിലൂടെ വരാൻ കാരണം എന്ന് ചോദിക്കും. ഞങ്ങൾക്കത് കേട്ടാൽ കൊള്ളാമെന്നുണ്ട്. അപ്പൊ അങ്ങേര് പറഞ്ഞു, ഞാന് ഇക്ഷാകുപുത്രനായ നൃഗൻ എന്ന രാജാവാണ് ഞാൻ. ഇക്ഷാകു വംശത്തിലെ നൃഗൻ എന്ന രാജാവാണ് ഞാൻ. ദാനശീലന്മാരുടെ കൂട്ടത്തിൽ വളരെ പ്രസിദ്ധനായ, വളരെ നല്ല, ഇക്ഷാകു വംശിച്ച ശ്രീരാമന്റെ വംശം. അപ്പൊ അതിൽ വളരെ പിന്നെ ശ്രേഷ്ഠനായ ഒരു ദാനധർമ്മം ചെയ്യുന്ന ഒരു രാജാവും കൂടെ ആയിരുന്നു. പക്ഷെ ഈ ദാനധർമ്മം ചെയ്തപ്പോ എന്ത് പറ്റുന്നറിയോ, അറിയാതെയാണെങ്കിലും ഒരു ദിവസം ബ്രാഹ്മണർക്ക് പശുക്കളെ കൊടുത്തപ്പം ഒരു ബ്രാഹ്മണന് കുറെ പശുക്കളെ കൊടുത്തു, അടുത്ത് വേറൊരു ബ്രാഹ്മണനും കുറച്ച് പശുക്കളെ കൊടുത്തു. അപ്പം ആദ്യം കൊടുത്ത ബ്രാഹ്മണന്റെ കൂട്ടത്തിലുള്ള ഒരു പശു മറ്റേ ബ്രാഹ്മണന്റെ പശുക്കളുടെ കൂട്ടത്തിൽ ചെന്ന് ചേടി. അപ്പൊ ആ ബ്രാഹ്മണൻ പറഞ്ഞത് എന്റെ പശുവാണ്, ഞാൻ തരൂല എന്ന് പറഞ്ഞു. അപ്പം ആദ്യത്തെ ആള് പറഞ്ഞു, അയ്യോ നൃഗരാജാവ് എനിക്ക് തന്നതല്ലേ ആ പശുവിനെ, അത് തിരിച്ചു തരൂ എന്ന് പറയും. അത് പറഞ്ഞാൽ പറ്റൂല, പിന്നെ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ രണ്ടുപേരും കൂടെ രാജാവിന്റെ അടുത്ത് തന്നെ പോയിട്ട് പറഞ്ഞു, നോക്കൂ എന്റെ പശുവിനെ അയാൾ എടുത്തു വെച്ചിരിക്കുന്നു, തിരിച്ചു തരാൻ സ്വാമി എനിക്ക് തന്നതല്ലേ, എന്നെ തിരിച്ചു തരാൻ തരുമോ എന്ന് പറയും. അപ്പൊ പറഞ്ഞു, പിന്നെ ഉടമസ്ഥൻ പറഞ്ഞു, അങ്ങല്ലേ തന്നത്, അതുകൊണ്ട് എന്ത് വേണം. അപ്പം മറ്റേ ആള് കൊടുക്കൂല. അപ്പൊ ധർമ്മ സങ്കടത്തിൽപ്പെട്ടു. അപ്പൊ അങ്ങേരോട് രണ്ടാമത്തെ ആളോട് പറഞ്ഞു, നിനക്ക് 25,000 പശുക്കളെ വേറെ തരാം, ഈ പശുവിനെ ഒന്ന് കൊടുക്കൂ, വിശിഷ്ട പശുക്കളെ വേറെ തരാം, എന്ത് പറഞ്ഞാലും ഇല്ല, ഞാൻ ഈ പശുവിനെ തരില്ല എന്ന് നിർബന്ധമായിട്ട് പറഞ്ഞു. എത്രയൊക്കെ പറഞ്ഞിട്ടും കൊടുക്കില്ല എന്ന് നിർബന്ധം പറ്റി. ആദ്യത്തെ ആ സമയത്ത് പിന്നെ ദേമദൂതന്മാർ എന്നെ യമപുരിയിൽ കൊണ്ടുപോയി. യമൻ എന്നോട് ചോദിച്ചു, ഹേ രാജൻ, അപ്പം ലക്ഷത്തിന്റെ കൂടെ 20,000 പശുക്കളെ കൂടെ തന്നാലും എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് അയാൾ അങ്ങ് തിരിച്ചുപോയി, രണ്ടാമത്തെ ബ്രാഹ്മണൻ. ആ സമയത്ത് യമദൂതന്മാർ വന്ന് എന്നെ യമപുരിയിൽ കൊണ്ടുപോയി. യമൻ എന്നോട് ചോദിച്ചു, ഹേ രാജൻ, അങ്ങ് അശുഭഫലം അനുഭവിക്കുവാനാണോ അതോ ശുഭഫലം അനുഭവിക്കുവാനാണോ കാക്ഷിക്കുന്നത്? അതായത് അറിയാതെ ആണെങ്കിലും ഒരു ദാനത്തിൽ തെറ്റുപറ്റിപ്പോയി, അതൊരു പാപമാണ്, അതൊരു വലിയ പാപമാണെന്നാണ് വെപ്പ്. അപ്പൊ അതുകൊണ്ട് അങ്ങയുടെ ദാനധർമ്മങ്ങളുടെ ഫലമായിട്ട് അങ്ങേക്ക് ഒരുപാട് ഭാസുര ലോകത്തിലേക്കുള്ള പ്രവേശനത്തിനുള്ള അർഹതയുണ്ട്. പക്ഷെ രണ്ടും അനുഭവിക്കണമല്ലോ. അപ്പൊ ഏതാണ് അങ്ങേക്ക് ആദ്യം അനുഭവിക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ആദ്യം ഞാൻ അശുഭം അനുഭവിച്ചോളാം, ശുഭമായത് പിന്നെ അനുഭവിക്കാം, അപ്പൊ അശുഭമായുള്ള ആദ്യം അനുഭവിക്കാന്ന് പറഞ്ഞു. അപ്പൊ എന്താണ്, നീ ഒരു ഓന്തായി തീരട്ടെ എന്ന് പറഞ്ഞു യമദേവൻ ഒരു ഓന്തായിട്ട് പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന് ഓന്താണെങ്കിലും പൂർവ്വസ്മൃതി മുഴുവനുണ്ട്, നൃഗരാജാവായതും എന്തുകൊണ്ടാണ് ഓന്തായതെന്നുള്ള കഥകളൊക്കെ ഉണ്ട്.
അപ്പം ശ്രീകൃഷ്ണന്റെ സ്പർശനം കൊണ്ടാണ് പിന്നെ ശാപമോക്ഷം ലഭിക്കുക എന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ കാത്തിരിക്കുകയായിരുന്നു അങ്ങയുടെ കരസ്പർശത്തിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ദേവലോകത്തേക്ക് പോകാൻ അനുവദിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഭഗവാന്റെ ഭക്തനായി ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് ഭഗവാനെ പ്രദക്ഷിണം വെച്ച് നിഗ മഹാരാജാവ് സ്വർഗത്തിലേക്ക് പോകും. അപ്പൊ ശുഗൻ പറഞ്ഞു, ബലഭദ്രൻ സുഹൃത്തുക്കളെ കാണാനായിട്ട്. അപ്പം അടുത്തൊരു സംഭവം പറയണം. അപ്പൊ ആദ്യം ഒരു സംഭവം പറഞ്ഞത് കഴിഞ്ഞിട്ട് രണ്ടാമത് നൃഗന്റെ ഓന്തിനെ രക്ഷിച്ച കഥ പറഞ്ഞു. ഇനി അടുത്തതായിട്ട് വേറൊരു സംഭവം പറയണം. ശുഗൻ ബലഭദ്രൻ സുഹൃത്തുക്കളെ കാണാനായിട്ട് ഉത്സുകനായിട്ട് ഗോകുലത്തിലേക്ക് തിരിച്ചു. കാരണം ശ്രീകൃഷ്ണൻ ഒരിക്കലും ഗോകുലത്തിൽ ഇതുവരെ പോയിട്ടേയില്ല. പിന്നെ പകരം ഉദ്ധവരെയാണ് പറഞ്ഞയക്കുന്നത്. അക്രൂരനെ പറഞ്ഞയച്ചു, പിന്നെ ഉദ്ധവരെയാണ് പറഞ്ഞയക്കുന്നത്. ഉദ്ധവരെ കണ്ടാലും ശ്രീകൃഷ്ണനെ പോലെ ഇരിക്കും. അവരെല്ലാം വിഷ്ണു വംശത്തിലുള്ളവരാണല്ലോ. അപ്പോ പിന്നെ ബലരാമൻ വിചാരിച്ചു ഗോകുലത്തിൽ പോയി അച്ഛനെയും അമ്മയും കണ്ട് ഗോപികമാരെയൊക്കെ കണ്ട് ഗോപാലന്മാരെയൊക്കെ കണ്ട് കുറച്ചു ദിവസം അവിടെ താമസിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് ബലരാമൻ മാത്രം ഗോകുലത്തിലേക്ക് പോകണം. അപ്പൊ ഗോപ സ്ത്രീകളെല്ലാം വന്ന് ചോദിക്കും, പിന്നെ ആ നഗരവാസികളായ സ്ത്രീകൾ ഭ്രമിച്ചു പോയില്ലേ ഞങ്ങളുടെ കൃഷ്ണൻ, അവിടെ ഉണ്ടോ, ഞങ്ങളെ വല്ല ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിക്കും. അത് പറയും കൃഷ്ണനെ പറ്റി നല്ല വാക്കുകളും കൃഷ്ണൻ നല്ല നല്ല മെസ്സേജ് അവർക്ക് അയച്ചിട്ടുന്നൊക്കെ. ബലരാമന് ഭയങ്കര സ്നേഹമല്ലേ കൃഷ്ണനെ. അതൊക്കെ പറഞ്ഞ് അവരെയൊക്കെ അനുനയിപ്പിച്ചിട്ട് ബലരാമൻ അവിടെ താമസിക്കുകയാണ്. അച്ഛനമ്മമാർക്കും ഭയങ്കര സന്തോഷമായി. ചൈത്രം വൈശാഖം എന്നുള്ള 2 മാസങ്ങളിലൂടെ താമസിക്കുക. അപ്പൊ ഇതുപോലെ ഭഗവാൻ ചെയ്തതുപോലെ തന്നെ കാളിന്ദി നദിയിലും യമുനാ തീരത്തും വനത്തിലും ഒക്കെ ഈ ഗോപസ്ത്രീകളുമായിട്ട് വളരെ സന്തോഷത്തോടുകൂടി കാലം അങ്ങനെ കഴിച്ച് ഇരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഒരു ദിവസം വാരുണി ദേവി വൃക്ഷകോടത്തിൽ നിന്ന് പ്രവഹിച്ച വനം മുഴുവൻ മധുര സുഗന്ധപൂർണമാകും. വാരുണി എന്ന് പറഞ്ഞാൽ വരുണൻ ആരാണ്? ജലദേവൻ. വാരുണി ജലദേവി. ആ ദേവി വൃക്ഷകോടം എന്ന് വെച്ചാൽ വൃക്ഷത്തിന്റെ ഒരു ഓട്ട, ഒരു ഇതിൽ നിന്ന് ഒരുപാട് വനം മുഴുവൻ സുഗന്ധമയമാക്കി. അപ്പം കാറ്റടിച്ചുകൊണ്ടുവന്ന സുഗന്ധം കേട്ടപ്പോ ബലരാമന് ഭയങ്കര സന്തോഷം തോന്നിയിട്ട് അവരെല്ലാവരും കൂടെ മധുപാനം ചെയ്യും. മധു എന്ന് വെച്ചാൽ കള്ളല്ല കേട്ടോ, അതൊരു പ്രത്യേക തരത്തിലുള്ള ജ്യൂസാണ്. അതൊക്കെ പാനം ചെയ്ത് അവരങ്ങനെ സന്തോഷമായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ആ ഹലായുധൻ അങ്ങനെ സഞ്ചരിക്കുമ്പോഴത്തേക്കും ജലക്രീഡയ്ക്കായിട്ട് യമുനയിലായിട്ട് വിളിക്കും. അപ്പൊ യമുന നദിയോട് ജലക്രീഡയ്ക്കായിട്ട് യമുനാ ദേവി വിളിച്ചപ്പം യമുന പറഞ്ഞാൽ വരൂല എന്ന് പറയും. ഇപ്പം ദേഷ്യം വന്നിട്ട് ആ കലപ്പ എടുത്തിട്ട് യമുനാ നദിയെ വലിച്ചെടുത്തുകൊണ്ട് വരികയാണ്. വലിച്ചെടുത്തുകൊണ്ട് വന്ന് പിന്നെ ദിശ മാറ്റുകയാണ്. യമുനാ നദിയുടെ ദിശ മാറ്റി. അപ്പൊ പറഞ്ഞു, അത്രയ്ക്ക് അഹങ്കാരമുണ്ട്, ഞാൻ വിളിച്ചിട്ട് തന്നെ അപമാനിച്ചുകൊണ്ട് അങ്ങനെ ഇഷ്ടമില്ലാതെ അങ്ങനെ ഇരിക്കണ്ട എന്ന് പറഞ്ഞ് നിന്നെ ഞാൻ എൻ്റെ കലപ്പ കൊണ്ട് വലിച്ചു മാറ്റിക്കോളാം എന്ന് പറഞ്ഞ് ഇങ്ങനെ വലിക്കാൻ തുടങ്ങും. അപ്പൊ യമുനയ്ക്ക് ഭയമായിട്ട് ഭഗവാന്റെ രാമപാദത്തിൽ വന്ന് ചോദിച്ചു, ഭഗവാനെ അങ്ങനെയൊന്നും ചെയ്യരുതേ, അങ്ങയുടെ ഇത്രയും വിക്രമമൊന്നും എനിക്ക് അറിയില്ലായിരുന്നു, അതുകൊണ്ടാണ് എന്തായേ അങ്ങയുടെ പാദങ്ങൾ ഞാൻ അഭയം പ്രാപിക്കാൻ എന്നെ ശിക്ഷിക്കല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ ശരിയെന്ന് പറഞ്ഞിട്ട് ആ ഹലം എടുത്തു മാറ്റിയപ്പം യമുന മോചിക്കപ്പെട്ടു. പക്ഷേ ഇപ്പോഴും യമുനാ നദി ഒഴുകുന്നത്, ഇപ്പം നമ്മൾ പോയി കണ്ടാലും യമുനാ നദി ഒഴുകുന്നത് ബലഭദ്രൻ കലപ്പ കൊണ്ട് അയച്ച വഴിയിൽ കൂടെയാണ്. അങ്ങനെയാണ് ഇപ്പോഴും അത് ഉണങ്ങുന്നത്. അങ്ങനെ ബലരാമൻ യമുനയെ മോചിപ്പിച്ചു. അനന്തരം നാരിമാരും ഒഴിച്ച് യമുനാ ജലത്തിൽ ധാരാളം ക്രീഡകളൊക്കെ ചെയ്തു. എന്നിട്ട് അദ്ദേഹം ഒരുപാട് പിന്നെ നല്ല ലക്ഷ്മി ദേവി, അതൊക്കെ ഇവരുടെ രസങ്ങളൊക്കെ കണ്ടു നിന്ന ലക്ഷ്മി ദേവി അദ്ദേഹത്തിന് നീല വസ്ത്രവും നല്ല നീലപ്പട്ടും ധാരാളം ആഭരണങ്ങളും ഒക്കെ സമ്മാനമായിട്ട് നൽകും. അങ്ങനെ രാമൻ അതൊക്കെ ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് അങ്ങനെ പോണം. അങ്ങനെ പിന്നെ ബലരാമന്റെ പരാക്രമം നമുക്കിപ്പോഴും ഓർമ്മിക്കാനായിട്ട് യമുന വഴിമാറിയാണ് ഇപ്പോഴും ഒഴുകുന്നത്. ബലരാമൻ ഗോകുലത്തിലായിരുന്ന അവസരത്തിൽ പിന്നെ അവിടെ പൗണ്ഡ്രകൻ ഒരാളുണ്ട് കേട്ടോ. അദ്ദേഹം എവിടെ അറിയോ? കരുഷ എന്നൊരു സ്ഥലം, കാശി പോലെ. ആ കരുഷാധിപനായ
പൗണ്ഡ്രകനാണ് പൗണ്ഡ്രക വാസുദേവൻ എന്ന് കേട്ടിട്ടില്ലേ? ഭാഗവതം നാരായണിയൊക്കെ വായിക്കുമ്പോ പൗണ്ഡ്രക വാസുദേവന്റെ കഥ പറയാറുണ്ട്. അപ്പൊ പൗണ്ഡ്രക വാസുദേവൻ പറയും, ഞാനാണ് വാസുദേവൻ, മറ്റവൻ വെറും പിന്നെ ചുമ്മാ അവിടെ ഇരിക്കുകയാണ്. കൃഷ്ണനെ പറയാണ്, അയാളെന്താണ്, ഞാനല്ലേ അസൽ വാസുദേവൻ. അപ്പൊ അങ്ങേരുടെ പിന്നെ ഈ മുഖസ്തുതിക്കാർ ഒരുപാട് പേരുണ്ടല്ലോ, എല്ലാ രാജാക്കൾ. അവർ പറയും പിന്നെ അല്ലാതെ അയാൾ പറയും യാദവനല്ലേ, അങ്ങാണ് രാജാവ്, അങ്ങേരാണ് ശരിക്ക് വാസുദേവൻ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ദ്വാരകയിൽ ചെന്നിട്ട് പറയും, കൃഷ്ണനെ വെല്ലുവിളിക്കാണ്. കൃഷ്ണനെ വെല്ലുവിളിച്ചിട്ട്, അല്ലെ ദ്വാരകയിൽ ചെന്ന് കൃഷ്ണനെ വെല്ലുവിളിച്ച് കൊണ്ടുവരാൻ പറയും. അപ്പം പിന്നെ നോക്കുമ്പോ കൃഷ്ണൻ വന്ന് നോക്കുമ്പോ എന്താണ്, ഈ പൗണ്ഡ്രകന്റെ വേഷം എന്താ അറിയോ? ആർട്ടിഫിഷ്യലായിട്ട് പിന്നെ എല്ലാം ഭഗവാനുള്ള എല്ലാം, ശാർങ്ങം ശംഖ ചക്ര ഗദാ പദ്മം ശാർങ്ങം വില്ല് നന്ദകി പിന്നെ വാള്, പിന്നെ ഭഗവാന്റെ എല്ലാം അണിഞ്ഞിട്ടാണ് ഈ പൗണ്ഡ്രകൻ ഇരിക്കുന്നത്. പക്ഷെ അതൊക്കെ ആർട്ടിഫിഷ്യലാണ് കേട്ടോ. അപ്പൊ പറഞ്ഞു, എന്തൊരു മൂഢനാണ്, എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ വീമ്പ് പറയുന്നത്? ഞാൻ നിന്നെ കൊണ്ട് എന്താ നീ ചെയ്യുന്നതെന്ന് ചോദിക്കും. അപ്പൊ കൃഷ്ണന്റെ ഈ ആക്ഷേപം കേട്ടപ്പോഴത്തേക്കും കൃഷ്ണന്റെ ആക്ഷേപം ഈ ദൂതൻ ചെന്ന് പറഞ്ഞു കൊടുക്കും. ഇങ്ങനെയാണ് പറയുന്നത്. അപ്പൊ കൃഷ്ണൻ രഥത്തിലേറി കാശി സമീപത്ത് ചെന്നു. കൃഷ്ണന്റെ പുറപ്പാട് മനസ്സിലാക്കി പൗണ്ഡ്രകൻ അക്ഷൗണി പടയോടുകൂടി പട്ടണത്തിന് പുറത്ത് കാത്തു നിന്നു. അവിടെ അപ്പത്തേക്കും കാശി രാജാവുണ്ടല്ലോ, കാശി രാജാവും അക്ഷൗണി പടയോടുകൂടി പൗണ്ഡ്രകന്റെ ഫ്രണ്ടാണ്. അപ്പൊ പൗണ്ഡ്രകന് കൃഷ്ണനെ എതിർക്കാനായിട്ട് പൗണ്ഡ്രകന് കൂട്ടായിട്ട് തന്റെ അക്ഷൗണി പടയായിട്ട് കാശി രാജാവും അവിടെ വന്നു. അവിടെ വന്നിട്ട് കൃഷ്ണൻ പൗണ്ഡ്രകനെ കണ്ടപ്പോഴത്തേക്ക് ഇതെല്ലാം ഇങ്ങനെയുള്ള ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഇതെല്ലാം അണിഞ്ഞിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും പിന്നെ ഗരുഡനെ വാഹനത്തിൽ കയറ്റാൻ പറ്റില്ല, അതുകൊണ്ട് ഗരുഡധ്വജനാണ്. ഭഗവാനും ഗരുഡധ്വജനാണല്ലോ. അപ്പം അയാളുടെ തേരിലും ഗരുഡധ്വജമാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത് കണ്ടപ്പോ കൃഷ്ണനെ പൊട്ടിച്ചിരിക്കുമ്പോഴത്തേക്കും അയാൾക്ക് ദേഷ്യം വന്നിട്ട് രണ്ടാളും കൂടെ ഭയങ്കര യുദ്ധം ചെയ്തു തുടങ്ങും. യുദ്ധം ചെയ്ത് പതുക്കെ ചക്രഗദാദികൾ കൊണ്ട് പീഡിപ്പിക്കും. എടോ പൗണ്ഡ്രക, എന്തെല്ലാം അസ്ത്രങ്ങളാണ് വെടിയാൻ നീ ദൂതൻ എല്ലാം ഈ ദൂതന്റെ അടുത്ത് പറഞ്ഞയക്കുന്നത്, ശംഖം ചക്രം ഗദാപത്മൊക്കെ എടുത്ത് മാറ്റിക്കോ, അതൊന്നും നിനക്കുള്ളതല്ല, അതൊക്കെ എന്റേതാണ്, അങ്ങനെയുള്ള കോപ്പൊന്നും വേണ്ട, എല്ലാം മാറ്റിക്കോന്നല്ലേ നീ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാൻ നിന്നെ ശരണം പ്രാപിച്ചോളാം എന്ന് പറഞ്ഞ് ഭഗവാൻ തമാശയായിട്ട് അങ്ങനെ പറഞ്ഞിട്ട് ചക്രം കൊണ്ട് അയാളുടെ തല ഇറക്കും. ചക്രം കൊണ്ട് അയാളെ കൊന്നിട്ട് കാശി രാജാവിനെയും കൊന്നു. കാശി രാജാവിനും അതുപോലെ തലയെടുത്തിട്ട് ആ തല പോയിട്ട് അമ്പ് കൊണ്ട് ആ തലയെടുത്ത് കാശി രാജ്യത്ത് ചെന്ന് വീഴ്ത്തും. അപ്പം ദ്വാരകയില് തിരിച്ചും പോകും. കാശി രാജാവിന്റെ കുണ്ടലമാർന്ന തല ഗോപുരവാദത്തിൽ ചെന്ന് കളിച്ചപ്പം ആൾക്കാരെല്ലാം അത് കണ്ട് സംഭ്രമം പെട്ടു. അപ്പം മഹിഷികളും മക്കളും പ്രജകളും ഒക്കെ ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങും. രാജപുത്രൻ, അദ്ദേഹത്തിന്റെ പുത്രനാണ് സുദക്ഷണൻ. അത് അച്ഛൻ മരിച്ചുപോയത് കണ്ടിട്ട് അദ്ദേഹത്തിന്റെ ശേഷക്രിയയൊക്കെ നടത്തി. എന്നിട്ട് പറഞ്ഞു, പിതൃഘാതകൻ ആരാണ്? കൃഷ്ണനാണ്. ഹനിക്കണം, കൊന്നിട്ട് എന്റെ പകരം തീർക്കണം, അച്ഛനെ കൊന്നതിന് പകരം തീർക്കണം എന്ന് വെച്ചിട്ട് സുദക്ഷണൻ ഗുരുവിന്റെ ഉപദേശം അനുസരിച്ച് ഏകാഗ്രതയോടുകൂടി ഭഗവാനെ ആരാധിക്കുക. നേരിട്ട് തന്നെ യുദ്ധം ചെയ്യാൻ പറ്റില്ല എന്ന് സുദക്ഷണൻ അറിയാം, അച്ഛനെ പോലും കൊന്നതാണല്ലോ. അപ്പം എന്താണ് മാർഗം? ഭഗവാനെ ആശ്രയിച്ചാലേ മാർഗമുള്ളൂ എന്ന് ഗുരു പറഞ്ഞു കൊടുക്കും. അപ്പൊ ആരെയാണ്, ഏത് ഭഗവാനെ ആശ്രയിക്കും? ഭഗവാൻ വിഷ്ണു അല്ലേ കൃഷ്ണൻ. അപ്പൊ പിന്നെ മഹാദേവനെ ആശ്രയിച്ച് ഭയങ്കരമായിട്ടുള്ള തപസ് ചെയ്യത്തേക്കും മഹാദേവൻ പ്രീതനായിട്ട് പറഞ്ഞു, പിതൃഘാതവനെ വധിക്കാനായിട്ട് ഒരു ഉപായം വേണം, അതാണ് എൻ്റെ വരം, അതാണ് എനിക്ക് ആവശ്യമുള്ള വരം എന്ന് സുദക്ഷണൻ പറഞ്ഞു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ശരി, എൻ്റെ രുദ്രാഗ്നിയിൽ നിന്നും ദക്ഷിണാഗ്നിയിൽ നിന്നും പിന്നെ ബ്രാഹ്മണനെ കൊണ്ട് ഒരു ആഭിചാര കർമ്മം ചെയ്യിപ്പിക്കണം. അപ്പോഴ് എൻ്റെ ഭൂതങ്ങളാൽ ചുറ്റപ്പെട്ട ആ അഗ്നി അബ്രാഹ്മണ്യത്തിൽ പ്രയോഗിച്ചാൽ അതിൽ നിന്നും നിന്റെ സങ്കല്പം സാധിക്കും. അതായത് ആഭിചാരക്രിയയിലൂടെ നിനക്ക് ജയം പ്രാപിക്കാൻ സാധിക്കുന്ന മഹാദേവൻ പറഞ്ഞു. സുദക്ഷണൻ വ്രതനിഷ്ഠനായിരുന്ന് പിന്നെ കൃഷ്ണന് നേരെ ആഭിചാരം പ്രയോഗിച്ചു.
ചുട്ടുപഴുത്ത ചെമ്പിന് തുല്യം ചെമ്പിച്ച താടിയും മുടിയും പൂണ്ട് കനൽ ചിതറുന്ന കണ്ണുകളോടെ ഉഗ്രദംഷ്ടങ്ങളും വക്രദംഷ്ടങ്ങളും ഒക്കെ ആയിട്ട് ഘോരമായൊരു രൂപം അതിൽ നിന്ന് വന്നിട്ട് നാവ് കൊണ്ട് രക്തം ഇങ്ങനെ കൊണ്ടിരിക്കുന്ന ഒരു ശൂലവും എല്ലാ ഘോരമായ ആയുധങ്ങളൊക്കെ സരിച്ച് നഗ്നയായ ഒരു മൂർത്തിയാണ് ആഭിചാര കർമ്മത്തിന്റെ അഗ്നി ദക്ഷിണാഗ്നിയിൽ നിന്നും പുറത്തു വന്നത്. അപ്പൊ അവരിങ്ങനെ ഭൂമിയെ വിറപ്പിച്ച് ദിക്കുകളൊക്കെ വിറപ്പിച്ച് ഭൂതങ്ങളെല്ലാം കൂട്ടായിട്ട് ഇത് ദ്വാരയിലേക്ക് പോവുകയാണ്. കൃതി ആഭിചാരം കണ്ട് ദ്വാരകാവാസികൾ പേടിച്ചു വിറച്ചു. ഭഗവാൻ അവിടെ അക്ഷക്രീഡ, അതായത് ചതുരംഗം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഭഗവാന്റെ സമീപത്തെത്തി ഭയാതുരായ ജനങ്ങൾ പറഞ്ഞു, ഭഗവാനെ ഇതാ നമ്മളെ എരുതിയിൽ നിന്ന് രക്ഷിച്ചാലും ഒരു വലിയ എരുതി നമ്മുടെ നേരെ വരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ജനങ്ങളുടെ ഭയവും പരിഭ്രമവും കാണുകയും കേൾക്കുകയും ചെയ്ത ഭഗവാൻ പറഞ്ഞു, ഒന്നും പേടിക്കണ്ട, ഞാൻ രക്ഷിച്ചു കൊള്ളാം എന്ന് പറഞ്ഞു. അവിടെ വന്നിരിക്കുന്നത് രുദ്രകൃത്യ എന്നുള്ള ഘോരമൂർത്തിയാണെന്ന് ഭഗവാന് അറിയാം. അതിനെ തടയാനായിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? സുദർശനത്തിനോട് പറഞ്ഞു, പോയിട്ട് തടഞ്ഞിട്ട് വാ എന്ന് പറഞ്ഞു. അപ്പൊ സുദർശനൻ എന്ത് ചെയ്തു? ഇതിനേക്കാളൊക്കെ വെല്ലുന്ന കോടി സൂര്യപ്രഭയാണ് സുദർശനത്തിന്റെ പ്രഭ താങ്ങാൻ പറ്റില്ല, അത്ര വലിയ പ്രഭയാണ് സുദർശനത്തിനുള്ളത്. ആ കോടി സൂര്യപ്രഭയോടുകൂടി ജ്വലിപ്പിക്കുന്ന സുദർശനം കൃത്യയുടെ നേരെ പാഞ്ഞു. അപ്പൊ സുദർശനം വന്നപ്പോഴത്തേക്കും കൃത്യ തിരിഞ്ഞ് ഓടാൻ തുടങ്ങും. പക്ഷേ ചക്രായുധന്റെ ചക്ര തേജസ് അതിനെ പിന്തുടർന്ന് അതിനെ വധിച്ച് അതിങ്ങനെ വാരാണസിയിലേക്കാണ് ഓടുന്നത്. കാശിന്നല്ലേ അത് വന്നത്, കാശിയിലേക്ക് തന്നെ അത് ഓടിയിട്ട് അത് തന്നെ കൃത്യ തന്നെ സുദക്ഷനെയും ബാക്കി എല്ലാവരെയും വധിക്കുകയാണ് ചെയ്യുന്നത്. അവരെയൊക്കെ ഭസ്മമാക്കി. അങ്ങനെ ഭഗവാന്റെ വിഷ്ണു ചക്രം വാരാണസിയിൽ പ്രവേശിച്ച് സർവ്വ അങ്ങാടികളും കടകളും തെരുവുകളും എല്ലാം കത്തിച്ചാമ്പലാക്കും. അപ്പം എന്നിട്ട് കത്തിച്ചാമ്പലാക്കി ശേഷം കഴിഞ്ഞു, പരിപാടി തീർന്നു. സുദർശനെയും കൊന്നു കഴിഞ്ഞപ്പം ഭഗവാന്റെ അടുത്തേക്ക് മടങ്ങിയെത്തി ഭഗവാൻ അതിനെ ഉപസംഹരിക്കും. സംഹാര രൂപിയായ വിഷ്ണു ചക്രത്തെ ഭഗവാന്റെ സമീപത്ത് അവനവന്റെ ജോലി കഴിഞ്ഞു, ചെയ്തേൽപ്പിച്ച ജോലി കഴിഞ്ഞപ്പോ തിരിച്ചു വന്നിട്ട് ഭഗവാൻ അതിനെ ഉപസംഹരിച്ചു. അപ്പം വിഷ്ണു ചക്രം തിരിച്ചു വന്നപ്പം പരീക്ഷിച്ച് ചോദിച്ചു, ഈ അപ്രമേയങ്ങളായ ബലരാമൻ തന്നെ പേരും കൂടെ ആണല്ലോ. അപ്പൊ ബലരാമന്റെ ചരിത്രം കുറച്ചല്ലേ പറഞ്ഞുള്ളൂ സ്വാമി, എനിക്ക് കുറച്ചും കൂടെ കേട്ടാൽ കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പൊ നരകാസുരന്റെ മിത്രവും സുഗ്രീവന്റെ സജീവനും ദേവേന്ദ്രന്റെ സേനാനുമായി ദിവിതൻ എന്നൊരു വാനരൻ ഉണ്ടായിരുന്നു. ദിവിതൻ വാനരജാതിയാണ്, അതായത് ത്രേതായുഗത്തിലുണ്ടായ വാനരനാണ്. ആ ദിവിതൻ എന്നൊരു വാനരുണ്ടായിരുന്നു. അത് ആ കാലത്തുണ്ടായിരുന്ന മൈന്ദന്റെ ബ്രദറാണ്. മൈന്ദൻ എന്നുള്ള ആളുടെ ബ്രദറുമാണ്. കൃഷ്ണൻ നരകനെ കൊന്നതിൽ പകരം വീട്ടണമെന്ന് പറഞ്ഞ ആ മർക്കടൻ കൃഷ്ണപാലിത ദേശങ്ങളിൽ കടന്ന് ധാരാളം നാശനഷ്ടങ്ങൾ. കൃഷ്ണപാലിത ദേശം എന്ന് വെച്ചാൽ എന്താണ്? എല്ലാ യാദവ വംശം എവിടെയൊക്കെ താമസിക്കുന്നുണ്ടോ അവിടെ എല്ലാം കൃഷ്ണന്റെ അധീനതയിലാണ് എല്ലാ രാജ്യങ്ങളും. യാദവന്മാരും വൃഷ്ണികളുമുള്ള രാജ്യങ്ങളൊക്കെ, അത് മധുര, അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ എല്ലാം ഭഗവാന്റെ സ്വാധീനത്തിലാണ്. അപ്പം ഈ വാനരൻ എന്ത് ചെയ്തു? ഭയങ്കര അതിവീരനായ വാനരനാണല്ലോ. അപ്പം അദ്ദേഹം ഭഗവാനെ പീഡിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് ഭഗവാന്റെ പ്രജകളെ പീഡിപ്പിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ ആനർത്തദേശം, അതായത് അമ്പാടിയിലൊക്കെ ചെന്നിട്ട്, ആനർത്തദേശം എന്ന് വെച്ചാൽ യദുകുല അല്ലെങ്കിൽ വിഷ്ണുകുല വംശങ്ങളെല്ലാം ചെന്നിട്ട് ഒരുപാട് ദ്രോഹം ചെയ്യാൻ തുടങ്ങി. അപ്പം ആ വാനരന്റെ കരുത്ത് എത്ര അറിയോ? 10,000 ആനകളുടെ കരുത്താണ് ഒറ്റ ഒരു വാനരനുള്ളത്. അപ്പൊ എന്ന് വെച്ചാൽ ഹനുമാന്റെ കാലത്തുള്ള ആ വാനരനാണ്. അപ്പൊ അതുപോലെ തന്നെ ഹനുമാൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങളുടെ കൂടെയുള്ള വാനരന്മാരൊക്കെ എന്നെക്കാളും വലിയവരാണെന്നൊക്കെ സീതാദേവിയോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അതിലൊന്നാളാണ് ദിവിതൻ. അപ്പൊ ഭയങ്കര ശക്തിയും വലിയ ശക്തിയൊക്കെ ഉള്ള ആളാണ്. അപ്പം എന്ത് ചെയ്തു? കടലിൽ ഇറങ്ങി നിന്നിട്ട് കടലിൽ വെള്ളത്തിനെ അങ്ങ് തടുക്കും.
മനസ്സിലായില്ലേ? കടലിൽ ചെന്ന് നിന്ന് അവിടെ പിന്നെ ജലത്തെ തടുത്ത് നിർത്തി ഉയർത്തി തീരദേശങ്ങളെല്ലാം വെള്ളത്തിലാക്കും. അതായത് ഒരു ഡാം കെട്ടി കൈ കൊണ്ട്, എന്നിട്ട് ആ വെള്ളം മുഴുവൻ തീരദേശത്തേക്ക് പറഞ്ഞയച്ചപ്പോ അവിടെ പ്രളയമായി. അതെല്ലാം തകർത്ത ശേഷം പിന്നെ അവിടെ ഈ ഹോമാഗ്നികളിലൊക്കെ പോയിട്ട് മലമൂത്ര വിസർജനം ചെയ്യുക, അങ്ങനെ അത് രക്തമൊഴിക്കുക, അങ്ങനെയുള്ള ദുഃഖമൊക്കെ ചെയ്തിട്ട് അവരെ യാഗഭൂമി എല്ലാം അശുദ്ധമാക്കും. അതുപോലെ തന്നെ പിന്നെ സ്ത്രീകളെയും പുരുഷന്മാരെയും ഒക്കെ പിടിച്ചു കൊണ്ടുപോയി പർവ്വതങ്ങളിലും ഗുഹകളിലും ഒക്കെ ഇട്ടിട്ട് അവിടുന്ന് വലിയ വലിയ കല്ലൊക്കെ എടുത്ത് അവരെയൊക്കെ ഗുഹക്കകത്തൊക്കെ ഇട്ട് അടച്ചു വെച്ചു. ഇങ്ങനെ അയാൾ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ എല്ലാ തരത്തിലുള്ള ദുഷ്ടപ്രവർത്തികളും ചെയ്യണം. അപ്പൊ ബലരാമൻ പിന്നെ ഇങ്ങനെ കാനന മധ്യത്തിൽ ഇങ്ങനെ ഇരിക്കുന്നത് ഈ വാനരൻ കണ്ടു. ബലരാമൻ അവിടെ പോയിരിക്കുകയാണല്ലോ ആനത്ത ദേശത്തില്, അതായത് ഗോകുലത്തിൽ പോയിരിക്കുന്ന സമയത്ത് ഒരുപാട് സ്ത്രീകളും ഒരുപാട് പേരായിട്ടൊക്കെ നല്ല സന്തോഷമായിട്ട് രമിക്കുന്നതായിട്ട് ബലരാമൻ ഇരിക്കുന്നതായിട്ട് ഈ വാനരൻ കണ്ടു. അപ്പൊ ആ മരം ചാടി എന്ത് ചെയ്തു, മരങ്ങളൊക്കെ കുലുക്കി കുലുക്കി വന്ന് വാലൊക്കെ കാണിച്ച് കളിയാക്കുകയാണ്. മനസ്സിലായില്ലേ? പിന്നെ നമ്മള് മൂക്ക് ചൊറിയ, വാല് പൊക്കി കാണിക്കുക, ഇതൊക്കെ കുരങ്ങന്മാർ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെ ചെയ്ത് കിലുകിലാന്ന് ചെലച്ചോണ്ട്, അപ്പൊ ഇതൊക്കെ കാണുമ്പം ബലരാമന് ഭയങ്കര ദേഷ്യം വന്നു. അപ്പൊ ദേഷ്യം വന്നിട്ട് അവര് കൊഞ്ഞനം കുത്തുക അങ്ങനെയൊക്കെ ചെയ്തപ്പോഴത്തേക്കും കോപം കൊണ്ട് ബലരാമൻ ഒരു കല്ലെടുത്ത് ഈ വാനരനെ എറിഞ്ഞു. കല്ലെടുത്ത് എറിഞ്ഞപ്പോ അയാൾ എന്ത് ചെയ്തു, ഓടി വന്ന് അവർ കഴിച്ചുകൊണ്ടിരുന്ന മധുപാനം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, ആ കുംഭം എടുത്തുകൊണ്ട് ഓടിപ്പോവും. അങ്ങനെ എന്ന് വെച്ചാൽ ടീസിങ് അതാണ്. അങ്ങനെ ചെയ്തിട്ട് പരിഹസിച്ചോടി വന്ന് പിന്നെ സ്ത്രീകൾ ചവച്ചോണ്ടിരുന്ന സാധനങ്ങളൊക്കെ വലിച്ചു വെച്ചോണ്ട് പോവുക. ഇങ്ങനെ കണ്ടമാനം കുസൃതികളാണ്, കുസൃതികളാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇതൊക്കെ ചെയ്യുന്നത് പിന്നെ ബലരാമനെ അവമാനിക്കാനാണ്. ബലരാമന്റെ സംരക്ഷണയിലല്ലേ ഈ സ്ത്രീകളൊക്കെ ഇരിക്കുന്നത്. അപ്പൊ ബലരാമനെ കളിയാക്കിക്കൊണ്ട് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പം ബലരാമൻ ഒരു മരം പറിച്ചെടുത്ത് ഒരടി കൊടുക്കും. അപ്പോഴത്തേക്കും പിന്നെ അയാളുടെ ദേഹത്ത് വലിയൊരു പർവ്വതാകാരനായ ഒരു വാനരനാണ് ഈ ദിവിതൻ. അപ്പൊ ദിവിതന്റെ തലയില് വലിയ മരമെടുത്ത് അടിച്ചപ്പോഴത്തേക്കും തല പൊട്ടി ചോര ഇങ്ങനെ ഒഴുകുമ്പോ ഒരു വലിയ പർവ്വതത്തിൽ നിന്ന് പിന്നെ ചോര നദികൾ ഒഴുകുന്ന മാതിരിയാണ് അത് ഒഴുകുന്നത്. പക്ഷെ അതൊന്നും അതിന് വകവയ്ക്കാതെ അയാളും ഒരു മരമെടുത്ത് തിരിച്ചറിയാന്നു. അങ്ങനെ അങ്ങോട്ട് പരസ്പരം മരങ്ങൾ എടുത്ത് രണ്ടുപേരും യുദ്ധം ചെയ്ത് മരങ്ങളൊക്കെ തീർന്നു. മരങ്ങളെല്ലാം ഇല്ലാതെയായി അവിടെ. അപ്പത്തേക്കും കല്ലുകൾ പൊക്കി എറിയാൻ തുടങ്ങി. അപ്പൊ രാമൻ പാലം പോലെ നീണ്ടു കിടന്ന കൈ കൊണ്ട് ചുരുട്ടി പിന്നെ അവന്റെ കൈ കൊണ്ട് രാമന്റെ മാറിൽ വെച്ചു. ബലരാമൻ മുസലം എന്ന് വെച്ചാൽ ഒലക്ക, ഹലം എന്ന് വെച്ചാൽ കലപ്പ, അതാണല്ലോ അദ്ദേഹത്തിന്റെ ആയുധങ്ങൾ, മുസലവും ഹലവും, അതായത് ഉലക്കയും കലപ്പയും. അതെടുത്തിട്ട് കുരങ്ങന്റെ പിടലിക്ക് ഇടിച്ചു. അവൻ നിലം പതിച്ചു. അവൻ വീണപ്പോ കാടും കണ്ടം കാറ്റിൽ കപ്പല് പോലെ, അത്ര വലിയ ദേഹമുള്ള ഒരു കുരങ്ങനല്ലേ, അയാള് മരിച്ചു വീണപ്പോഴത്തേക്കും എല്ലാം കിലുങ്ങാൻ തുടങ്ങും. കാടും പിന്നെ മലകളും ഒക്കെ കുടുങ്ങും. അങ്ങനെയാണ് പിന്നെ ദിവിതൻ എന്ന ഈ കുരങ്ങന്റെ ശല്യം, വാനരന്റെ ശല്യം ബലരാമനാണ് ഇല്ലാതെയാക്കുന്നത്. ബലരാമന്റെ ഒരു സാമർത്ഥ്യം കേൾക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു കൊടുത്തതാണ്. അപ്പം ജാമ്പവി, പിന്നെ വേറൊരു കഥ, അടുത്തൊരു കഥ പറയാണ്. ജാമ്പവി സുതനായ സാമ്പൻ സ്വയം വരമണ്ഡപത്തിൽ നിന്ന് ദുര്യോധനപുത്രിയായ ലക്ഷ്മണയെ അപഹരിച്ചു. ദുര്യോധനന്റെ മകളുണ്ട്, പേര് ലക്ഷ്മണ. ആ കുട്ടിയെ സാമ്പൻ എന്ന് പറഞ്ഞാൽ ജാമ്പവതിക്ക് കൃഷ്ണനിലുണ്ടായ പുത്രൻ. ആ സാമ്പൻ എന്ത് ചെയ്തു, ലക്ഷ്മണനെ അപഹരിച്ചു കൊണ്ടുവന്ന്, അപ്പൊ കൗരവർക്ക് ഭയങ്കര ദേഷ്യമായി. അവിവേകിയായ ഈ പയ്യൻ നമ്മെ അനാദരിച്ചു, കന്യകയെ അപഹരിച്ചു, അതുകൊണ്ട് ഇവനെ പിടിച്ചു കെട്ടുവിൻ എന്ന് പറഞ്ഞ് അവര് സാമ്പനെ പിടിച്ചു കെട്ടിയിടും. സാമ്പനെ പിടിച്ച് കെട്ടിയിട്ടപ്പോഴത്തേക്കും പിന്നെ അവര് പറയണം, ദുര്യോധനൻ പറയണെന്ന് വെച്ചാൽ നമ്മളാണ് അവർക്ക് സ്ഥലം കൊടുത്തത്, അവർക്ക് അവകാശപ്പെട്ടതാണ്, പക്ഷെ ഞങ്ങളാണ് അവർക്ക് സ്ഥലം കൊടുത്തത്, അവർക്ക് എല്ലാം കൊടുത്തത്, അതിന്റെ അഹങ്കാരമാണ് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അവമാനിച്ചും കൂടെ കൊണ്ടിട്ടാണ് സാമ്പനെ പിടിച്ച് കെട്ടിയിടുന്നത്. അപ്പം ദുര്യോധനനും പിന്നെ ഇവരെല്ലാവരും കൂടെ സാമ്പനെ ബന്ധനസ്ഥനാക്കി അവിടെ ഇട്ടു. ധാതരാഷ്ട്രന്മാരെ
പതഞ്ഞു വരുന്ന കണ്ടിട്ട് മഹാരഥനായ സാമ്പൻ ചാപമെടുത്ത് ഏകനായി നിന്ന് യുദ്ധം ചെയ്യാൻ തുടങ്ങും. അപ്പൊ കർണനാൽ നയിക്കപ്പെട്ട വീരന്മാർ സാമ്പനെ പിടിച്ച് കെട്ടാൻ അനുഗ്രഹിച്ച് കോപത്തോടെ അമ്പുകൾ അയച്ചു. സാമ്പൻ അതൊന്നും സാമ്പനെ കുലുക്കിയില്ല. അവസാനം സാമ്പൻ വൈരികളെയും എല്ലാവരെയും അമ്പുകൾ അയച്ച് മുറിവേൽപ്പിച്ചു. വൈരികൾ അത് അനുമോദിച്ചു. അവരിൽ 4 പേർ കുതിരകളെ എയ്തു. പിന്നെ ഒരാള് തേരാളി എയ്തു. മറ്റൊരാള് സാമ്പന്റെ വില്ല് മുറിച്ചു. ഓരോരുത്തര് എത്ര പേരാണ് ഒരാളെ എതിർക്കുന്നത്? സാമ്പൻ ഒറ്റയ്ക്കാണ്. ബാക്കി എല്ലാവരും ഓരോരുത്തർക്ക് ഓരോരോ ജോലിയാണ് അവർ ചെയ്യുന്നത്. അങ്ങനെ പിന്നെ ഓരോരുത്തർ പലര് കൂടി നിന്നിട്ടാണ് സാമ്പനെ ആക്രമിക്കുന്നത്. അങ്ങനെ സാമ്പനെ അവര് ബന്ധനസ്ഥനാക്കി. പക്ഷെ ഇത് കണ്ടുവന്ന നാരദൻ ഈ വിവരമൊന്നും പിന്നെ ദ്വാരകയിൽ അറിയുന്നില്ല. നാരദ മഹർഷി പോയിട്ട് ഭഗവാന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു. അവിടെ ചെന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ സാമ്പനെ അവര് പിന്നെ ബന്ധനസ്ഥനാക്കിയിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോ ഈ ഇവരെ അറിഞ്ഞപ്പോഴത്തേക്കും കുരുക്കളുടെ നേരെ പോകാനായിട്ട് കൃഷ്ണൻ ഒരുമ്പെടുമ്പം ഭഗവാൻ പറഞ്ഞു, ബലരാമൻ പറഞ്ഞു, വേണ്ട, ഞാൻ പോകാം, ഞാൻ പോയിട്ട് ചെയ്യാം. അതിന് പോകാൻ കാരണം എന്താ വെച്ചാല് പിന്നെ ബലരാമന്റെ ശിഷ്യനാണല്ലോ ദുര്യോധനൻ. അപ്പൊ ബലരാമൻ വിചാരിച്ചു, ഞാൻ പോയി പറഞ്ഞാൽ തന്നെ ഉടൻ തന്നെ ദുര്യോധനൻ അയച്ചു തരും. ഞാൻ പറയണത് ഗുരുവല്ലേ. ഒരിക്കൽ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ദുര്യോധനൻ പിന്നെ അദ്ദേഹം ദ്വാരകയിൽ പോയി താമസിച്ച ഒരു സമയത്ത് താമസിക്കുന്നത് ദുര്യോധനും അവിടെ വരും. അപ്പൊ ദുര്യോധനെ അവിടെ വെച്ചിട്ട് ആയുധശസ്ത്ര ഗതശാസ്ത്രം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ദുര്യോധനന്റെ ഗുരുവാണ്, ഗുരുസ്ഥാനീയനാണ് ബലരാമൻ. ബലരാമൻ അങ്ങനെ ആരോടും വിരോധമില്ല. ദുര്യോധനാദികൾ ദുഷ്ടന്മാരൊക്കെ ആണെങ്കിലും അങ്ങനെ വിരോധമില്ല. ഗുരുവിൻ്റെതായ ഒരു വാത്സല്യവും ദുര്യോധനോടുണ്ട്. പക്ഷേ അതുകൊണ്ട് പറഞ്ഞു, ഞാൻ പോയി പറയാം, ഞാൻ പോയി സന്ധി സംഭാഷണം ചെയ്ത് കൂട്ടിക്കൊണ്ടുവരാം എന്ന് പറഞ്ഞ് അവിടെ ചെന്നു. അവിടെ ചെന്നിട്ട് യഥായോഗ്യം അവര് രാമനെ നന്നായിട്ട് സ്വീകരിച്ചു. അപ്പം കുശല പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞപ്പം രാമൻ പറഞ്ഞു, ഉഗ്രസേന മഹാരാജാവ് ആജ്ഞാപിച്ചിരിക്കുന്നു. അതെന്താണ്? നിങ്ങൾ വേണ്ടത് ചെയ്യുക. നിങ്ങൾ ചിലർ ചേർന്ന് അധർമ്മമായി ധർമ്മിഷ്ഠനായ ഒരുവനെ പിടിച്ചു കെട്ടി ബന്ധുക്കളോടുള്ള ഐക്യം പോലും വേണ്ടാന്ന് വെച്ചിട്ട് പിടിച്ചു കെട്ടിയിട്ടിരിക്കുന്നു. നിങ്ങൾ ബന്ധുക്കളാണ്, ബന്ധുക്കളുമായുള്ള ഐക്യം കാംക്ഷിച്ചിട്ടെന്ന് ഉഗ്രസേന മഹാരാജാവാണ് പറഞ്ഞ അദ്ദേഹത്തിന്റെ സന്ദേശം കൊടുക്കുകയാണ്. ഞാൻ നിങ്ങളുമായിട്ട് പിന്നെ മൈത്രി ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് ഞാനത് ക്ഷമിക്കുന്നു എന്ന് ഉഗ്രസേന മഹാരാജാവ് ഒരു സന്ദേശം അയച്ചിരിക്കുന്നു എന്ന് രാമൻ പറഞ്ഞു. ബലരാമന്റെ വീരശൗര്യ പിന്നെ വാക്കുകളൊക്കെ കേട്ടിട്ട് ഈ കുരുക്കൾ എന്ന് വെച്ചാൽ ദുര്യോധനാദികൾ ദേഷ്യപ്പെട്ട് ആശ്ചര്യം തന്നെ, ഞങ്ങളാണ് അവർക്ക് പിന്നെ കൊടുത്തത് സ്ഥലമൊക്കെ, എന്നിട്ട് വലിയ ആൾക്കാരായിട്ട് ഇപ്പം ഞങ്ങളെ ഉപദേശിക്കാൻ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവരവമാനിക്കുകയാണ് ചെയ്യുന്നത്. അവമാനിക്കുമ്പോഴത്തേക്കും പിന്നെ ബലരാമൻ എന്ത് ചെയ്തു? യാദവന്മാർക്ക് രാജകീയ പ്രൗഢികൾ തന്നു നിൽക്കുന്ന യാദവന്മാരെ മൊത്തം ആക്ഷേപിക്കാൻ തുടങ്ങും ദുര്യോധനാദികൾ. യാദവന്മാരെ മൊത്തം ആക്ഷേപിച്ചപ്പം ബലരാമന് മനസ്സിലായി, താൻ പറഞ്ഞാലൊന്നും ഇവർ കേൾക്കില്ല എന്ന് മനസ്സിലായി. രാമനോട് കയർക്കുകയാണ്. അപ്പൊ രാമൻ എന്ത് ചെയ്തു? പിന്നെ ഇന്ദ്രപ്രസ്ഥം ഹസ്തിനപുരത്തിനെ ഹലം കൊണ്ട് വലിച്ചു പൊക്കി ഗംഗയിലേക്ക് ഇടാൻ നോക്കും. ഗംഗയിലേക്ക് ഇട്ടാ പിന്നെ പോയി, ഹസ്തിനപുരമേ ഉണ്ടാവില്ല. അപ്പൊ ഇവർക്ക് ഭയങ്കര മതമത്തരാണ്. ഇവർ അഹങ്കാരികളാണ്. അപ്പൊ ഇവരോട് നല്ല വാക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഇവർക്ക് ശിക്ഷ തന്നെയാണ് കൊടുക്കേണ്ടതെന്ന് മനസ്സിലായിക്കൊണ്ട് അദ്ദേഹം പിന്നെ ശാന്തിയെ ആഗ്രഹിച്ച് ഞാൻ വന്നു, പക്ഷെ അവരെന്നെ അവമാനിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് പിന്നെ സുയോധനന് ഒരു പാഠം പഠിപ്പിക്കുന്ന പറഞ്ഞ് അദ്ദേഹം ഹസ്തിനപുരം അങ്ങനെ തന്നെ ഹലം കൊണ്ട് വലിച്ചെടുത്ത് ആ നഗരത്തെ ഗംഗയിൽ ഇടാനായിട്ട് പോണു. പതിക്കുന്നതായപ്പോഴത്തേക്കും അവർക്ക് ഭീതിയായി. ഗംഗയിൽ പതിക്കുന്നുള്ള ഭീതി വന്നപ്പോഴത്തേക്കും സംഭീതരായ കുരുക്കൾ ജീവിതാശ കൊണ്ട് ലക്ഷ്മണ എന്ന പെൺകുട്ടിയെയും സാമ്പനെയും മോചിപ്പിച്ച് ബലരാമനെ ഏൽപ്പിച്ച് മാപ്പപേക്ഷിക്കും. അതോടെ പ്രീതനായ ബലരാമൻ കലപ്പ ഉപേക്ഷിച്ച്, അപ്പൊ ഇപ്പോഴും നമ്മൾ ഹസ്തിനപുരം, അതായത് ഡൽഹി പോയി നോക്കിയാല് ആ ഹസ്തിനപുരം ഇങ്ങനെ
ഡൽഹി ആണല്ലോ ഹസ്തിനപുരം. ഇന്ദ്രപ്രസ്ഥമൊക്കെ ഡൽഹി തന്നെ. അപ്പൊ അവിടെ ഗംഗയിലേക്ക് വീഴാൻ പോകുന്ന മാതിരി നിൽക്കുന്നത് ഇപ്പോഴും കാണാമെന്നാണ് പറയുന്നത്. യാത്രയായി ഹലായുധൻ സ്വപുരത്തിലെത്തി ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും താൻ കുരുക്കളോട് ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് ബലരാമന്റെ വിക്രമം സൂചിപ്പിച്ചുകൊണ്ട് ഇന്നും ഹസ്തിനപുരം തെക്കുഭാഗം ഉയർന്ന് ഗംഗയിൽ വീഴാൻ പോകുന്നത് പോലെ നിലകൊള്ളുന്നു. അവിടെയാണ് എന്ന് കാണാം നമുക്കന്ന്. അപ്പൊ ഡൽഹിയിലുണ്ട് നമ്മുടെ ലീല. ലീല ഒന്ന് പോയി കണ്ടിട്ട് ഞങ്ങളോട് പറയൂ കേട്ടോ. അങ്ങനെ ശൈരാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയൈവ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി യദ്സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ജ്ഞാനേന മാർഗേണ മഹീമഹീഷാം. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. സമസ്തലോകാഃ സുഖിനോ ഭവന്തു. സമസ്തലോകാഃ സുഖിനോ ഭവന്തു. സമസ്തലോകാഃ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.